Praise Lord. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी पवित्र जनों को प्रेम का वंदना। കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി നൽകി. प्रभु का दया से उन्होंने हमें और एक दिन दान स्वरूप दिया है। വീണ്ടും നമുക്ക് ദൈവവചനം കേൾക്കുവാനുള്ള അവസരം കർത്താവ് ഒരുക്കി നൽകിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. एक और बार फिर से प्रभु का वचन को मनन करने के लिए प्रभु ने यह मौका तैयार करके दिया, इसके लिए मैं धन्यवाद देता हूँ। കൃപയാൽ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് കർത്താവ് വിശ്വസിക്കുന്നു. और मैं विश्वास करता हूँ कि आप सब लोग प्रभु में अनुग्रह से भला है। ഇന്ന് ഈ സമയങ്ങളിൽ നമുക്കറിയാം പല വിധത്തിൽ പ്രത്യേകിച്ചും കൊറോണ നിമിത്തം അനേകർ ഭയങ്കരമായിരിക്കുന്ന കഷ്ടതയിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. क्योंकि अभी का परिस्थिति और अवस्था को देखकर ऐसा लगता है कि बहुत लोग तकलीफ और क्लेश में हैं, क्योंकि कोरोना का जो बीमारी है बहुत ज्यादा बढ़कर तकलीफ दे रहा है। ഇന്ന് മറ്റുള്ളവരിലെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ വളരെ ദുഃഖിതരും നിരാശരും ഭയവിഹ്വലരുമായിട്ട് കാണാൻ കഴിയും. हम दूसरे लोगों के चेहरे को जब देखते समय में वो लोग बहुत ही निराश में, चिंता में और भय से डर के जी रहे हैं वो लोग। എന്നാൽ ദൈവമക്കൾ എപ്പോഴും കർത്താവിൽ നോക്കി ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷവും പ്രത്യാശയുമാണ്. लेकिन परमेश्वर के बच्चे वो लोग क्योंकि प्रभु का चेहरे को देखकर जीने की वजह से बहुत ही आनंद और आशा से जी रहे हैं। നമ്മൾ വളരെ പ്രത്യാശയുള്ള ജീവിതം നയിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് തന്റെ വചനം അയച്ചു തന്നിട്ടുണ്ട്. हमें इस जीवन, इस दुनिया में हम आशा से भरकर जीने के लिए प्रभु ने हमें उनका वचन भी दिया है। ഇന്ന് നമുക്കറിയാം, ഇന്ന് എത്രയോ പേർ ആത്മഹത്യകളുടെ വർധനവ് നമ്മൾ കേൾക്കുന്നുണ്ട്. നടീനടന്മാർ ആത്മഹത്യ ചെയ്യുന്നു, വലിയ ധനവാന്മാർ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അവരെവിടെയോ നിരാശയിൽപ്പെട്ടു. അതുകൊണ്ടാണ്. हम देखते हैं कि दुनिया में अगर जब संसार के लोगों को देखेगा तो खुदकुशियां करने का जो संख्या है बढ़ रहा है, और वो भी कौन कर रहे हैं? इस दुनिया के जो सितारे हैं, जो फिल्म स्टार्स है, मूवी स्टार्स है, बड़े बड़े एक्टर्स लोग हैं, यहाँ तक कि धनवान लोग भी खुदकुशी करके वो लोग अपने जीवन को अंत करने देख रहे हैं। അവർക്ക് പണമില്ലാഞ്ഞിട്ടോ മറ്റ് സുഖസൗകര്യങ്ങളില്ലാഞ്ഞിട്ടോ അല്ല, उन लोग के पास धन नहीं है या दूसरा सुख संपत्ति उस सब के कमी है, इसके लिए खुदकुशी कर रहे हैं, ऐसा नहीं है। എന്നാൽ അവർ എവിടെയോ ഭയപ്പെടുന്നു, എവിടെയോ നിരാശരാകുന്നു. അതാണ് കാരണം. लेकिन वो लोग कुछ बातों से वो लोग बहुत डर के बैठे हैं, वो लोग निराश हो गए, वो लोग जीवन से उम्मीद छोड़ दिया है। എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ മറ്റുള്ളവരെക്കാളും പ്രതികൂലം കൂടുതലുണ്ടെങ്കിൽ പോലും അവര് സന്തുഷ്ടരാണ്. लेकिन प्रभु के बच्चों के विषय में देखा जाए तो उनका अगर तकलीफ बाकी लोगों से भी ज्यादा रहा तो भी उस परिस्थिति में वो लोग आनंद पूर्वक जीते हैं। कारण അവർക്ക് ദൈവത്തിന്റെ വചനം അവരുടെ പക്കലുണ്ട്. क्योंकि परमेश्वर का वचन उनके पास है। നമ്മൾ 119 സങ്കീർത്തനത്തിന്റെ 92 വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, നിന്റെ ന്യായപ്രമാണം എന്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. भजन संगीता 119 का 92 में जब पढ़ते हैं, Psalms 119 verse 92, यदि मैं तेरी व्यवस्था से सुखी न होता तो मैं दुख के समय नष्ट हो जाता। മനസ്സിലായോ? आप लोग ये बात समझे क्या? നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ നിരാശരായി, ദുഃഖിതരായി, ഭയവിഹ്വലരായി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല? हमारे जीवन में जब तकलीफ आया, दुख आया तो हम लोग भी डर गए, निराश होकर हम लोग खुदकुशी क्यों नहीं किया? നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മുടെ പക്കലുണ്ട്. क्योंकि परमेश्वर का वचन हमारे पास है। ഈ വചനം നമ്മളോട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. और ये वचन हमेशा हमसे कार्य करते रहता है। ഈ വചനവും ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റുള്ള ജാതികൾ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. अगर ये वचन हमारे पास होने की वजह से, कार्य करने की वजह से हम बाकी अन्य जातियों के समान कुछ भी मूर्ख कार्य नहीं करेंगे। എത്ര ഭാഗ്യകരമായ അവസ്ഥ! कितना भाग्य अवस्था है वो। കർത്താവ് നമുക്ക് തന്റെ ആത്മാവിനെ നൽകി, क्योंकि प्रभु ने, उन्होंने अपना आत्मा हमको दिया, തന്റെ വചനം നൽകി, उन्होंने अपना वचन हमको दिया, തന്റെ സമാധാനം നൽകി, उनका शांति आपको दिया। നമുക്ക് എന്താ നൽകാത്തതുള്ളത്? अभी क्या, किस बात की कमी है? अभी ക്രിസ്തുവിൽ നമുക്ക് എല്ലാം ഉണ്ട്. मसीह में हमें सब कुछ है। സകലത്തിന്റെയും ഉറവയായ ക്രിസ്തുവിലാണ് പിതാവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. सभी बातों का श्रोता जो प्रभु यीशु मसीह है, उस मसीह में परमेश्वर ने हमें रखा है। അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എത്രമാത്രം സന്തുഷ്ടപൂർണമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. इसके लिए हम लोग कितना आनंद पूर्व और समृद्धि से भरा हुआ जीवन जी सकते हैं। ഓക്കെ, നമ്മുടെ വിഷയങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. वापस अब विषय में आते हैं। നമ്മൾ സ്നേഹത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ.
हम लोग प्रेम का खासियत के बारे में हम देख रहे थे। അതിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ കണ്ടു, ക്ഷമിക്കുന്ന സ്നേഹം. उसमें से हम लोग पहला खासियत हमने क्या देखा था, ये प्रेम क्षमा करने वाला प्रेम है। അപ്പോൾ ഇന്ന് ഞാൻ രണ്ടാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. आज मैं दूसरी बात में कहना चाहता हूँ। ഇന്ന് ഞാൻ ഇത്തിരി കൂടുതൽ സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്നത് കാരണം ചിലപ്പോൾ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും ഈ ഇഴഞ്ഞാണോ പോണേന്ന്. आज मैं थोड़ा स्पीड में जाना चाहता हूँ क्योंकि इन दिनों में संदेश सुनकर शायद आपको भी लगता है ये क्यों इतना स्लो जा रहे हैं। അതിപ്പോൾ പുതുതായിട്ട് പലരും അങ്ങനെ ചോദിച്ചതുകൊണ്ടും പറഞ്ഞതുകൊണ്ടും അങ്ങനെ പോയതാണ്. हाँ, क्योंकि कुछ नए लोगों ने ऐसा सब पूछा था, इसके उतना स्लो में मैं गया था पहला। എന്നാൽ എനിക്ക് തന്നെ തോന്നുന്നു നമ്മുടെ വിശുദ്ധന്മാർ പലരും ഇപ്പോൾ ഇത് വളരെ സ്ലോയിലാണല്ലോ ഇപ്പോൾ ദേവദാസൻ പോകുന്നത് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. तो लेकिन अब विलासी कलीसिया के कुछ लोगों को शायद ऐसा विषय आया रहेगा, चिंता आया रहेगा कि क्यों प्रभु का दास इतना स्लो में चल रहा है करके। പ്രൈസ് ദി ലോർഡ്. Amen. നമുക്ക് ഇന്ന് അതിൽ വായിക്കുന്നത് രണ്ടാമത്തെ സ്നേഹത്തിന്റെ രണ്ടാമത്തെ സവിശേഷതയാണ്. ആ സ്നേഹം നമ്മളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കരുതുന്ന നമുക്ക് വേണ്ടി വിചാരിക്കുന്ന സ്നേഹമാണ്. हाँ, तो दूसरा उसका खासियत बात यह है कि प्रेम का ये हमें एक संभालने वाला यानी कि हमारा देखभाल करने वाला तरीके का प्रेम है। ഒരിക്കലും ഒരു കുട്ടി പിന്നെ ഒരു നല്ല ദേവദാസന്റെ അടുക്കൽ ചെന്നു. एक बार एक बच्चा प्रभु के दास के पास गया, അവന് സന്തോഷമില്ല. उसके पास आनंद नहीं है। അപ്പോൾ സന്തോഷമില്ലാത്തത് കൊണ്ട് അവന് ദൈവത്തെക്കുറിച്ച് അറിയണമെന്നൊരു ആഗ്രഹം. क्योंकि वो आनंदित नहीं था, वो प्रभु के बारे में जानने का इच्छा रखा। അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, ദൈവം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിനക്കറിയാമോ? तो प्रभु का दास उसको पूछने लगा, परमेश्वर कौन है करके तुम जानते हो क्या? ആ ദൈവം ഒരു അപ്പനെ പോലെ നമ്മളെ സ്നേഹിക്കുന്നവനാണെന്ന് പറഞ്ഞു. वो परमेश्वर हमें पिता के समान हमसे प्रेम करता है। അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേ ഈ കുട്ടി കരയാൻ തുടങ്ങി. ऐसा ये बात सुनकर ही बच्चा रोने लगा। അപ്പോൾ ഈ ദേവദാസൻ ചോദിച്ചു, എന്താ മകനെ നീ അങ്ങനെ കരയുന്നേ? तो प्रभु का दास ने पूछा, हे बेटे तुम क्यों रो रहे हो? നിനക്കറിയോ അപ്പന്റെ സ്നേഹം എത്ര വലുതാണെന്ന്? क्या तुम जानते हो क्या पिता का प्रेम बहुत बड़ा है? താനൊരു വചനം വായിച്ച് കേൾപ്പിച്ചു ആ കുഞ്ഞിനെ. और फिर उन्होंने एक वचन लेकर बेटे को सुनाया। അത് ഏതെന്നറിയാമോ? वो कौन सा था? 103 13. 103 का 13, Psalms 103 verse 13। അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. पढ़ेंगे। जैसे पिता अपने बालकों पर दया करता है, वैसे ही यहोवा अपने डरवे पर दया करता है। അപ്പോൾ ഈ വാക്യം വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പയ്യൻ വല്ലാതെ കരയാൻ ആരംഭിച്ചു. ये वाक्य सुनने के बाद वो लड़का बहुत रोने लगा। അപ്പോൾ ഈ ദേവദാസൻ ചോദിച്ചു, അതെന്നാ മോനെ നീ കരയുന്നേ? तो तभी प्रभु का दास पूछने लगा, हे बेटा तुम क्यों इतना रो रहे हो? അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞപ്പോ നീ എന്തിനാ ഇത്രമാത്രം കരയുന്നേ? ऐसा क्यों है कि हमारा परमेश्वर एक ऐसा परमेश्वर है जैसा पिता अपने बच्चों पर दया दिखाता है, वैसा परमेश्वर भी दया दिखाता है। बोला तो तुम क्यों इतना रोने आया? അപ്പോൾ ആ പയ്യൻ പറയാണ്, तब वो बेटा लड़का बोलने लगा, എന്റെ അപ്പൻ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഉടനെ പറയുന്നത് സാത്താന്റെ മോനേന്നാ. हाँ मेरा पिताजी मुझे जब भी देखता है, किधर भी देख लिया तो हे शैतान का लड़का करके बोलकर मुझे गुस्सा करता है। എന്നെ തിന്നാൻ വരുന്നത് പോലെ കോപിച്ചോണ്ട് എന്നെ നേരെ വരുന്നത്. और वो ऐसा मुझे मार डाले या खत्म कर दे, इस रीति का गुस्से से आकर मुझे मारने के लिए आता है। അപ്പോൾ നിങ്ങൾ പറയാണ് ഒരു അപ്പന് കരുണ തോന്നുന്ന പോലെയാണ് ദൈവത്തിന് പറഞ്ഞാല് അങ്ങനെ ഒരു പിതാവിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. तो लड़का बोलने लगा, आपने पढ़ाया जैसे एक पिता अपने बच्चों से दया दिखाता है, वैसा परमेश्वर भी दया दिखाता है, लेकिन मैंने अभी तक दया करने वाला पिताजी को मैंने देखा नहीं है। അപ്പോൾ ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഇനി ഈ പയ്യനെ എങ്ങനെ പറഞ്ഞാൽ ഒന്ന് ആശ്വസിപ്പിക്കുക? तो अभी ये बोलने के बाद अभी प्रभु का दास कैसा अभी बच्चे को समझाएगा? കാരണം ആശ്വസിപ്പിക്കേണ്ടത് വചനത്തിലൂടെയാണ്. क्योंकि उसको समझाना है, आश्वासन करना है या फिर उसको शांत करना है तो वचन के द्वारा ही होगा ना। കാരണം നമുക്കറിയാം 1 തെസ്സലോനിക്കർ 4:18 പറയുന്നുണ്ട്, ഈ വചനങ്ങളാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുവൻ മറ്റൊരുവനെ ആശ്വസിപ്പിക്കണം. इसके लिए हम लोग पहला थिस्सलुनी 4:18 में जब हम पढ़ते समय में ये वचन के द्वारा तुम एक दूसरे को तुम लोग क्या करो? शांत करो, आश्वासन करो। അപ്പോൾ വചനത്തിലൂടെയാണ് നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്. इसलिए वचन के द्वारा है हमें एक दूसरे को शांति देना है। ഒരു ദേവദാസൻ ഒരിക്കലും തന്റെ ബുദ്ധിയിലൂടെയോ കഴിവിലൂടെയോ അല്ല, വചനത്തിലൂടെയാണ് ആശ്വാസം പകരേണ്ടത്. एक प्रभु का दास कभी भी अपना बुद्धि या समझ या ऐसा बातों से नहीं, लेकिन हमेशा वचन के द्वारा ही आश्वासन और शांति देना है। അപ്പൊ പിന്നെ ഈ ദേവദാസൻ ചിന്തിച്ചു, ഇനി ഇവനോട് എന്ത് പറയണം? तो अभी ये प्रभु का दास सोचने लगा, अभी ये लड़के को मैं क्या बोलूं? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ മോനെ, ഞാൻ എന്നോട് പറയാം, നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാലുണ്ടല്ലോ
ഒരു അമ്മയെ പോലെ നമ്മളെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പം ഈ അപ്പനും ലവിന് സ്നേഹമില്ലാത്തതാണെങ്കിലും അമ്മയ്ക്ക് സ്നേഹം ഉണ്ടാകും എന്നാൽ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞേക്കാൻ വിചാരിച്ചു. तो फिर वो प्रभु का दास ने वो बोला बहुत अवस्था में आ गया, बोला इसने तो पिता का प्रेम को कभी अनुभव नहीं किया खुद का पिता से, इसलिए शायद माँ का प्रेम का अनुभव किया होगा। बोल सोचकर प्रभु का दास ने क्या बोला, हमारा परमेश्वर जो है माँ की समान प्रेम करके हमें संभालता है। അതിന് തനക്ക് വചനം വായിച്ചു. और उसके लिए भी एक वचन पढ़ा, യെശയ്യാ 66:13. ഐസായ 66 का 13, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് ആ വചനം വായിച്ചു കേൾപ്പിച്ചു. पढ़ेंगे ईशाया 67 का 13, ईसाया 66:13। जिस प्रकार माता अपने पुत्र को शांति देती है हाँ। वैसे ही मैं भी तुम्हें शांति दूंगा। हाँ बस അപ്പോൾ ഈ വചനം വായിച്ചു കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അതിനേക്കാളും കൂടുതൽ കരയാൻ തുടങ്ങി. तो ये बात सुनने के बाद कि माँ भी प्रेम करता है शांति देता है बोला तो वो और दुखी हो गया और रोने लगा। കാരണം അവൻ പറഞ്ഞു എന്റെ അമ്മ എന്നെ എപ്പോ കണ്ടാലും ചൂലും എടുത്തോണ്ടാ വരുന്നത്, പിശാചിന്റെ മോനെ മൂട അങ്ങനെയാ ഇങ്ങനെയാ പല ശാപവാക്കുകളും പറഞ്ഞുകൊണ്ട് എന്റെ നേരെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു അമ്മയുടെ സ്നേഹം അയ്യോ അത് വേണ്ട എനിക്ക്, അങ്ങനെയുള്ള ദൈവത്തെ എനിക്ക് വേണ്ട. तो वो बेटा वो लड़का बोलने लगा मेरा माँ मुझे जब भी देखता है तो वो तो झाड़ू लेकर मेरे पीछे आकर और मुझे बहुत अनाज शराब मुझे गाली देकर मुझे श्राप देकर तू शैतान का औलाद है बोलकर गाली देकर मुझे और पीटता है, ऐसा माँ के समान वाला परमेश्वर मुझे नहीं चाहिए करके लड़का बोलने लगा। ഓ അപ്പോൾ ഇനി എങ്ങനെ ഇവനെ ഒന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും? अभी ये लड़के को क्या बोलकर अभी इसको शांत कर सकता है? കാരണം ഈ രണ്ടു നിലയിലും അമ്മയെ അപ്പനും കാര്യം പറഞ്ഞപ്പോഴും ഇത് ഇവനത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നില്ലല്ലോ. क्योंकि माता और पिता दोनों का प्रेम के बारे में बताया तो ये लड़के को समझ में नहीं आ रहा। അപ്പോൾ പിന്നെ അത് അവനെ ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ കൊണ്ട് അവന്റെ അനുഭവങ്ങൾ അത്ര തിക്ത അനുഭവങ്ങളുള്ളവനായിരുന്നു. तो वो बात उसको ग्रहण करने नहीं हो रहा था क्योंकि वो जीवन में जो अनुभव से वो गया है वो बहुत ही दुख का और भयानक अवस्था से वो गया था, इसके लिए ये बात को ग्रहण करने नहीं हो रहा था। അപ്പോൾ പിന്നെ അദ്ദേഹം മൂന്നാമത് വേറൊരു വാക്യം വായിച്ചു. तो अभी उसके बाद प्रभु का दास ने तीसरा वचन पढ़ा, കാരണം നമുക്ക് ഇനി എന്ത് പറഞ്ഞാലും വചനത്തിലൂടെ വേറെ ആശ്വസിപ്പിക്കും. यस क्योंकि हमें कुछ भी हो जाए वचन के द्वारा एक दूसरे को हमें आश्वासन करके शांति देना है। അപ്പോൾ സങ്കീർത്തനം 27:10 താൻ വായിച്ചു. भजन संगीता 27 का 10 अब उन्होंने पढ़ा, Psalms 27:10। അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷമുണ്ടായി. ये वाक्य पढ़ने के बाद वो लड़का खुश हो गया। എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തോളൂ. पढ़ेंगे 27 का 10। मेरे माता पिता ने तो मुझे छोड़ दिया है परंतु यहोवा मुझे संभाल लेगा। അപ്പോൾ അവന് ഭയങ്കര സന്തോഷം. तो अभी ये लड़के को बहुत खुशी मिला। അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത മാത്രം ആ നിലയിൽ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ എനിക്ക് വേണം. क्योंकि माता और पिता भी अगर मुझे टुकरा देगा तो भी एक ऐसा परमेश्वर है जो मुझे नहीं टुकराएगा तो भी संभालेगा करके ऐसा परमेश्वर मुझे चाहिए करके वो लड़का बोलने लगा। Praise the Lord. Praise the Lord. ദൈവമക്കളെ ഇന്നെല്ലാവരും വളരെ സ്നേഹം ആഗ്രഹിക്കുന്നു, സ്നേഹത്തിന് വേണ്ടി അവരുടെ ഹൃദയം ദാഹിക്കുന്നു. क्योंकि प्रिय आज हम ऐसे समय में जी रहे कि लोग बहुत ही प्रेम चाहते हैं, प्रेम के प्यासे हैं लोग। നമ്മളെ കരുതുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് കാണുമ്പോൾ അവർക്ക് വലിയ ആശ്വാസം ലഭിക്കും. लेकिन हमारे बारे में सोचने वाला, हमें संभालने का इच्छा रखने वाला एक प्रभु अगर है बोला तो वो एक कोई व्यक्ति अगर हमारे लिए सोच रहा है बोला तो वो बात उनको आश्वासन देगा। ലോകത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ദൈവത്തെ അറിയില്ല. लेकिन आज संसार के लोगों को इस तरह प्रेम करने वाला संभालने वाला परमेश्वर है करके वो लोग नहीं जानते। എന്നാലേ നമുക്ക് അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് കൃപയാ ലഭിച്ചു. लेकिन दया के द्वारा हमें ये परमेश्वर हमें मिल गया है। പ്രിയമുള്ളവരെ, നമ്മുടെ ഏതെങ്കിലും നല്ല പ്രവൃത്തി കൊണ്ടല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. लेकिन हे प्रिय परमेश्वर ने हमारा कोई भला कार्य देखकर नहीं हमसे प्रेम किया। നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അതൊക്കെ പലതും കണ്ടു. हमने गए दिनों में हमने इस सब बातों को हमने देखा था। ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾക്ക് ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന കരുതുന്ന ഒരു ദൈവമുണ്ട്. लेकिन हमें बहुत से ज्यादा प्रेम करके हमें संभालने वाला, हमारे बारे में चिंतित रहने वाला एक प्रभु हमारे लिए है। വളരെ കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്. हमारे ऊपर बहुत दया दिखाने वाला एक परमेश्वर हमारे साथ है। നമ്മൾ യിരെമ്യാ പ്രവചനം 31:20 വാക്യം വായിക്കുമ്പോൾ यिर्मयाह 31 का 20 हम पढ़ते हैं। यिर्मयाह 31:20। എഫ്രയീം എന്റെ വാത്സല്യ പുത്രനോ ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ന് പറഞ്ഞാല് പിന്നെ എഫ്രയീമിനെ കുറിച്ച് പറയുകയാണ്, അവൻ എൻ്റെ വാത്സല്യ പുത്രനോ ഓമനക്കുട്ടിയോ. എന്ന് പറഞ്ഞാല് എഫ്രയീമിൽ ഉണ്ടായിരുന്ന ദുസ്ഥിതികളെ ഓർക്കുമ്പോൾ അവൻ അങ്ങനെ ഒരു പദവിക്ക് യോഗ്യനല്ല. എങ്കിലും അവനെക്കുറിച്ച് കർത്താവ് പലതും വിരോധമായി പറയുമ്പോൾ പോലും ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ അവനോട് കരുണ കാണിക്കും, എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു
അത് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. पढ़ेंगे यिर्मयाह 31 का 20। क्या एफ्राइम मेरा प्रिय पुत्र नहीं है? क्या वह मेरा दुलारा लड़का नहीं है? जब जब मैं उसके विरुद्ध बातें करता हूँ तब तब मुझे उसका स्मरण हो आता है, इसलिए मेरा मन उसके कारण भर आता है और मैं निश्चय उस पर दया करूंगा। यहोवा की यही वाणी है। तो वहां पर इफ्राइम का अवस्था, वहां पर देखो इफ्राइम का अवस्था बहुत बुरा अवस्था है, लेकिन फिर भी प्रभु क्या बोल रहे हैं, क्या ये मेरा प्रिय पुत्र नहीं है क्या? यानी फिर भी परमेश्वर उसके प्रेम करके, उसको दया दिखाकर, क्योंकि प्रभु का इफ्राइम की बातें सोचकर प्रभु का हृदय भर जाता था, यानी कि पिघल जाता था। उतना प्रभु प्रेम करने वाला प्रभु है। അപ്പോൾ എന്റെ മനസ്സിൽ അവനെ കുറിച്ച് എപ്പോഴും സ്ഥായി തോന്നുന്നു. हाँ, मैं उसके बारे में हमेशा मैं स्मरण करता हूँ। എനിക്ക് അവനെ ചൊല്ലി വലിയ ദൈവത്തിന്റെ ഉള്ളിൽ അവനെ കുറിച്ച് ഭയങ്കര സ്നേഹമാണ്. यानी कि प्रभु को, उसके परमेश्वर को उसके हृदय भरकर उनके इफ्राइम के विषय में हमेशा प्रेम और चिंता और भार है। ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. मैं इसलिए एक बात याद दिलाना चाहता हूँ। ദൈവം നമ്മളോട് എന്തെങ്കിലും കോപിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ചെയ്തതിന്റെ അർത്ഥം ദൈവം നമ്മളിൽ നിന്നും നമ്മുടെ ശത്രുവാണെന്നോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നില്ലെന്നോ അല്ല. इसलिए परमेश्वर ने हमसे गुस्सा कर दिया, हमें डांट लिया बोलकर ऐसा बात बोल दिया बोला तो परमेश्वर हमारा शत्रु बन जाता है, ऐसे कभी नहीं सोचना। നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. हमें एक बात समझना है, നമ്മളെ വളരെ സ്നേഹിക്കുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. हमसे बहुत प्रेम करने वाला एक पिता है हमारे पास। നമ്മൾ അവിടുത്തെ മക്കളാണെന്നുള്ള ബോധം നമ്മൾ മറക്കരുത്. हम उनके बच्चे हैं करके ये बात कभी नहीं भूलना। ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പദവി എന്ന് പറഞ്ഞാൽ മറ്റേത് കാലഘട്ടത്തിലും മറ്റാർക്കും ലഭിച്ചതിനേക്കാളും വലിയൊരു പദവിയാണ്. आज हमें नए नियम के विश्वासी लोगों को जो पदवी परमेश्वर के नजर सामने जो पदवी मिला है, वो पुराने समयों में, पुराने युग या पुराने नियम से भी सबसे ऊंचा और सबसे उत्तम पदवी हमें मिला है। കാരണം നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്തിന്റെ ആത്മാവിനെ നമുക്ക് ലഭിച്ചിരിക്കുക. हमें हे अब्बा हे पिता करके पुकारने के लिए लेपालक का या पुत्रत्व का आत्मा हमको मिला है। അപ്പോൾ ആ കർത്താവിന്റെ നമ്മളോടുള്ള സ്നേഹത്തിന്റെ നമുക്ക് പരിധിയില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. इसके लिए अपने गए दिनों में भी हमने देखा ना, परमेश्वर जो हमारे विषय में जो प्रेम करता है, ये पिता का प्रेम जो हमारे विषय में, उनका वो प्रेम में कोई सीमा नहीं है। എന്നാൽ ഒരു കാര്യം ഞാൻ ഇവിടെ പ്രത്യേകം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, इसी के साथ एक बात मैं याद दिलाना चाहता हूँ। സ്നേഹം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നമ്മളെ തെറ്റ് കണ്ടാൽ ശിക്ഷിക്കാനെന്നല്ല. हाँ, प्रेम करता है करके बोल देने के बाद हम अगर हमारे अंदर कुछ गलती देख लिया तो पिता परमेश्वर हमें ताड़ना देगा नहीं, ऐसा नहीं समझना। പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്ന പറഞ്ഞാല് പിന്നെ സ്നേഹിയാണെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ അനുവദിച്ചോണം എന്നുള്ള. क्योंकि बहुत बार एक लोगों में गलत फहमी होता है, अगर कोई हमसे प्रेम करता है तो मतलब हमारे पास स्वतंत्रता है उनके साथ कैसे भी व्यवहार कर सके या फिर हम लोग कैसे भी जी सकते हैं। സ്നേഹം എല്ലാം അനുവദിച്ചു കൊടുക്കുന്നില്ല. हाँ देखो, प्रेम जो है सब बात कर लो बोलने का अनुमति नहीं देता। ഇപ്പം എന്തുകൊണ്ട് ദൈവം ആദമിനെ ഹവ്വാനെ സ്നേഹിച്ചു, അവരെ അതിനെ പുറത്താക്കി? देखो प्रभु ने क्यों, परमेश्वर ने क्यों आदम और हव्वा से प्रेम करके किया और उनको ईदन वाटिका से बाहर निकाला? അതും സ്നേഹമാണ്. वो भी एक प्रेम का कार्य है। അങ്ങനെ അല്ലായിരുന്നെങ്കിലോ? अगर ऐसा नहीं होता तो അവരെ കൈനീട്ടി നിശ്ചയമായിട്ട് ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചതിനുണ്ട്. तो ऐसा नहीं करते तो क्या होता, वो लोग भी हाथ फैलाकर वो जीवन का वृक्ष खा लेता था, പിന്നെ അവരെ രക്ഷിക്കാൻ ഒരു മാർഗമില്ല. फिर उनको फिर बचा नहीं सकते थे। അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നമ്മളെ ഒരു രീതിയിൽ ശിക്ഷിക്കുന്നു, പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിന്റെ പിന്നിലും സ്നേഹമാണ്. इसके लिए परमेश्वर अगर कोई कारण हमसे कोई सजा दे या ताड़ना दे या किधर से भी बाहर निकाले बोला तो उसके पीछे वो एक प्रेम का कार्य है। നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. इसलिए एक बात हमें समझना है प्रियो। നമുക്കറിയാം എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 5 മുതൽ 8 വരെ വായിക്കുമ്പോൾ, इब्रानियों का पुस्तक 12 अध्याय उसका 5 से 8 जब हम पढ़ते समय में, Hebrews chapter 12 5 to 8, സ്നേഹിക്കുന്ന പിതാവ് अपने മക്കളോട് എങ്ങനെ ഇടപെടുന്നു? एक प्रेम करने वाला पिता किस तरह अपना बच्चा के साथ कार्य करता है करके वहां पर पढ़ते हैं। ഈ സ്നേഹം നമ്മളെ കരുതുക മാത്രമല്ല, നമ്മളെ ശിക്ഷിക്കുന്ന സ്നേഹം കൂടി. ये प्रेम जो है हमें बस संभालता है वैसे ही नहीं, बल्कि हमें ताड़ना भी करता है। സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അർത്ഥം എന്ത് തെറ്റ് ചെയ്താലും കർത്താവ് കണ്ണടച്ചു കളയും എന്നങ്ങനെയല്ല. प्रेम करता है, हमारा परमेश्वर प्रेम करता है करके बोलते हैं समय में हम लोग कुछ भी गलती करेगा तो वो आंखें बंद कर देगा, छोड़ देगा, ऐसा नहीं है। കർത്താവ്
ആ സ്നേഹിക്കുന്ന പിതാവായതുകൊണ്ട് നമ്മളെ ശിക്ഷിക്കും. Amen. इसके लिए क्योंकि पिता परमेश्वर हमसे प्रेम करता है, हमारे किया हुआ सजा का गलती को वो क्या कर, गलतियों को वो सजा भी देता है, यानी ताड़ना के रूप में. പലപ്പോഴും ശിക്ഷിക്കുമ്പോഴാണ് ജനങ്ങള് ദൈവത്തിൽ നിന്നും പലപ്പോഴും ഹൃദയം കഠിനമായി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത്. बहुत बार ताड़ना का विषय में जब उनको आते समय में बहुत से विश्वासी लोग अपने हृदय को और कठोर करके प्रभु से दूर हो रहे देखते हैं. അത് തികച്ചും അജ്ഞതയാണ്. वो एकदम वो अज्ञानता की वजह से प्रिय. ഇപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പം നമ്മുടെ വീട്ടില് നമ്മുടെ കുഞ്ഞിനെ നമ്മളൊന്ന് വഴക്ക് പറഞ്ഞാൽ ഉടനെ വീട് വിട്ട് പോകുമോ? तो अगर जरा उदाहरण के लिए अगर देखा जाए तो घर में अगर अपना बच्चे को हमने डांट क्या दिया, वो बच्चा घर छोड़कर जाएगा क्या? അതിനെ വഴക്ക് പറയാട്ടെ, അതിനെ അടിക്കാട്ടെ ചെയ്താൽ ഒരിക്കലും വീട് വിട്ട് പോകാറില്ല. देखो वो बेटे अब अपना घर के बच्चों को कितना भी डांटे कितना भी मारे घर छोड़कर नहीं जाते. എന്നാൽ ഇന്ന് നമ്മൾ കൂട്ടായ്മ എന്താ കാണുന്നത്? लेकिन आज हम लोग संगति में क्या देखते हैं? ഒരു വ്യക്തിക്ക് അവർക്ക് വഴക്ക് പറയണ്ട, അവന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ സൗണ്ട് പോകും. तो आजकल के कलीसिया के लोगों को जरा देखो, उनको डांटने का जरूरत नहीं है. ऐसा प्रचार में कुछ ऐसा बात निकल गया जो उनको सुनने के लिए पसंद नहीं है, जानबूझकर नहीं बोला रहेगा, लेकिन वो सुनना उनको पसंद नहीं है, ये कारण काफी उनको निकल जाने के लिए. വാസ്തവത്തിൽ അവന്റെ തെറ്റ് തിരുത്താൻ അവന് മനസ്സില്ലെന്നുള്ളതാണ് വാസ്തവം. हाँ, लेकिन इसका असलियत क्या है, सच्चाई क्या है? वो व्यक्ति जब जो भी संदेश सुना उसका गलती का एहसास हुआ, लेकिन वो गलती को सुधारने का इच्छा नहीं है, इसके लिए वो बुरा लगकर चला गया. ദൈവമക്കളെ, അങ്ങനെ എത്രയോ പേരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വഞ്ചന നടക്കുന്നു. प्रिय, ऐसे कितने लोगों के अंदर इस तरह का हृदय धोखा हो रहा है. നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമുക്ക് കൂട്ടായ്മ വിട്ടു പോകുക എന്നുള്ളത് അസാധ്യമാണ്. क्योंकि प्रिय, अगर हमको सच्ची में अगर हमारा नया जन्म हुआ है तो संगति छोड़कर जाना असंभव है. കാരണം അത് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നൽകിയ കുടുംബമാണ്, ഭവനമാണ്. Amen. क्योंकि वो परमेश्वर ने दिया हुआ हमको एक आत्मिक कुटुंब है वो प्रिय. ഒരിക്കലും നമ്മള് വഞ്ചനയുടെ സ്നേഹം, അങ്ങനെ വഞ്ചിക്കുന്ന സ്നേഹത്തിലൊക്കെ പെട്ട് അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്വന്തം കുടുംബം വിട്ടു പോകും. इसके लिए कभी भी धोखा देने वाला आत्मा के पीछे भरमा के वजह से भरमा कर हम लोग अपना कलीसिया को छोड़कर जाएंगे नहीं, जो सच्चे में उद्धार पाए लोग हैं. तो അപ്പോൾ ദൈവം നമുക്ക് തിരുവചനത്തിലൂടെയാണല്ലോ ദൈവം നമ്മളെ പിന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെ വഴക്ക് പറയുന്നത്. इसके लिए प्रभु हमेशा वचन के द्वारा ही तो है वो हमें डांटता है, അപ്പോൾ അത് നമ്മൾ കൈക്കൊള്ളണം. उसको हमें स्वीकार रहा है. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. वो हमें जीवन का गलतियों को हमें उसको अंगीकार करके उसको छोड़ना है. ഈ ഭാഗം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് വായിച്ചു വിടട്ടോട്ടെ. ये भाग आप लोग जानते हैं, लेकिन बस मैं पढ़ के जाना चाहता हूँ. കാരണം ഈ ശിക്ഷ ലഭിക്കുമ്പോൾ നമ്മൾ ദൈവമക്കൾ തന്നെ ആകുന്നു എന്നുള്ള ഒന്നുകൂടെ ഉറപ്പ് നമുക്ക് ലഭിക്കുക. क्योंकि इस तरह का ताड़ना हमको मिलते समय में मैं तो प्रभु का बच्चा हो करके ये बात को और पक्का कर रहा है. നമ്മള് എബ്രായ ലേഖനം 12:5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. इब्रानियों का पुस्तक 12 अध्याय 5 से 8 हम पढ़ रहे हैं. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ സാഹസിക്കുമ്പോൾ മുഷിയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോടും സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പനെ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കാത്ത ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലോടന്മാരത്രയും. അവിടെ കൊണ്ട് ഞാൻ നിർത്തുക. നമ്മളെ ശിക്ഷിക്കാതെ, നമ്മൾ തെറ്റ് ചെയ്തിട്ടും ദൈവം നമ്മളെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർ ദൈവത്തിന്റെ മക്കളല്ല എന്നുള്ള തെളിവാണ്. पढ़ेंगे 12 का 5 से 8 तक. और तुम उस उपदेश को जो तुमको पुत्र के समान दिया जाता है भूल गए हो. हे मेरे पुत्र, प्रभु की ताड़ना को हल्की बात न जान, और जब वो तुझे घुड़के तो साहस न छोड़, क्योंकि प्रभु जिससे प्रेम करता है उसी की ताड़ना भी करता है, और जिसे पुत्र बना लेता है उसको कोड़े भी लगाता है. तुम दुख को ताड़ना समझकर सह लो. परमेश्वर तुम्हें पुत्र जानकर तुम्हारे साथ बर्ताव करता है. ऐसा कौन सा पुत्र है जिसकी ताड़ना पिता नहीं करता? यदि वह ताड़ना जिसकी भागी सब है तो तुम्हारी नहीं हुई तो तुम पुत्र नहीं पर व्यभिचार के संतान ठहरे. देखो, ताड़ना का विषय आते समय में अगर तुमको वो ताड़ना नहीं हुई, यानी कि तुम परमेश्वर के बच्चे है ही नहीं, इसलिए ताड़ना नहीं मिला. നമുക്കറിയാം, നമ്മൾ മറ്റു പല കുഞ്ഞുങ്ങളും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കണ്ടില്ല എന്നാണ് ചിലപ്പോൾ പോയത് വരാം. हम लोग देखते हैं ना, जब हम लोग बाहर आंगन में कुछ दूसरों का बच्चे लोग कुछ गलतियां करते हैं तो हम लोग नजरअंदाज करते हैं, हम लोग देखते ही नहीं, ध्यान नहीं देते हम लोग. കാരണം ചിലപ്പോൾ നമ്മൾ ആ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അതിനെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ അപ്പനും അമ്മയും നമ്മളോട് വഴക്കിടാൻ വരും. क्योंकि क्या वो बच्चे ने गलती किया तो बच्चे का भलाई के लिए, उसको सुधरने के लिए हमने वो बच्चे को क्या डांट क्या लिया, वो बच्चा अपने माता पिता को बोलकर फिर उसका माता पिता हमसे झगड़ा करने आएगा. കാരണം ഇന്നത്തെ ലോകം വളരെ വഷളാണ്. क्योंकि आज का दुनिया जो है
बहुत भ्रष्ट हो चुका है। എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ നമ്മൾ കണ്ടിൽ നിന്ന് വെക്കുകയില്ല. लेकिन हमारा बच्चे जब गलती करता है तो हम नजरअंदाज नहीं करते। അത് അനാവശ്യമായിരിക്കുന്ന ഒരു വാക്ക് പറഞ്ഞാൽ, कुछ भी ऐसा शब्द जो उसका मुंह से निकला जो बोलना नहीं चाहिए था, അല്ല അത് മറ്റൊരു കുഞ്ഞുമായിട്ട് വഴക്കുണ്ടാക്കുന്ന കണ്ടാൽ, या फिर दूसरा बच्चों के साथ झगड़ा करते हुए देखा तो നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞിനെ വിടുകയില്ല. हम लोग कभी भी अपना बच्चों को हम छोड़ेंगे नहीं। നമ്മൾ കുഞ്ഞിനെ ശാസിക്കും, हम उसको डांटेंगे, വേണ്ടി വന്നാൽ അതിനെ നമ്മൾ ശിക്ഷിക്കും. जरूरत पड़ा तो हम उसको ताड़ना भी देते हैं। ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വർഗീയ പിതാവ് ഈ ഒരു പിതാവ് മക്കളോട് ചെയ്യുന്ന പോലെ തന്നെ നമ്മോട് ചെയ്യും. इसी तरह प्रेज द लॉर्ड, इसलिए इसी तरह हमारा स्वर्गीय पिता भी जिस तरह भूमि में पिता बच्चों के साथ करता है, स्वर्गीय पिता भी ऐसे ही करता है। നമ്മൾ രക്ഷിക്കപ്പെട്ട ശേഷം ദൈവത്തിൽ നിന്നും ഇങ്ങനെയുള്ള ശിക്ഷണങ്ങൾ, അങ്ങനെയുള്ള ശിക്ഷ പ്രാപിക്കേണ്ടി വന്നിട്ടുണ്ടോ? क्या हम लोग उद्धार पाने के बाद, नया जन्म होने के बाद परमेश्वर की ओर से इस तरह का ताड़ना का भाग आपको अनुभव किया है क्या? അത് നമ്മൾ ശ്രദ്ധിക്കണം. ये बात हमें देखना है। ഏതൊരു വ്യക്തിയോടും ദൈവം മക്കളെന്ന പോലെ ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവത്തിന് വിഹിതമായിട്ട് വരുമ്പോൾ ദൈവം നമ്മളവിടെ ശിക്ഷിക്കും. क्योंकि जहाँ पर भी हमारा जीवन के कार्य, हम क्योंकि परमेश्वर के बच्चे होने की वजह से हमारा जीवन में ऐसा कुछ भी कार्य आता है जो परमेश्वर की इच्छा के खिलाफ है, तो वहाँ पर परमेश्वर हमें ताड़ना देगा। അപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിൽ നമുക്ക് ആലോചന ലഭിക്കും, ഇത് ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് എന്ന് നമുക്ക് ബോധ്യമാകും. उसी के साथ साथ पवित्र आत्मा हमको बोध भी देगा, देखो तुमने जो भी किया वो गलत किया, उसके हिसाब से ताड़ना मिला है बोलकर वो गलती का एहसास भी प्रभु आत्मा कराएगा। നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവരായി തീർന്ന ഒരു വ്യക്തിയായിരിക്കാൻ സാധ്യതയില്ല. अगर तुम उद्धार पाया है करके आप बोल रहे हो, लेकिन अपने गलती के हिसाब से परमेश्वर की इच्छा के खिलाफ जाते समय में परमेश्वर ने आपको ताड़ना नहीं दे रहा है, तो उसका एक ही कारण है कि अभी तक आपका नया जन्म हुआ ही नहीं है। കാരണം അങ്ങനെ തെറ്റുകളൊന്നും കൂടാതെ ജീവിക്കാനായിട്ട് ആർക്കും കഴിയില്ല. और इस दुनिया में ऐसा कोई विश्वासी है ही नहीं जो बिना गलती करे जी सकता है। നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്, തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവൻ മനുഷ്യനാ, അല്ലെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകത്തിൽ പിന്നെ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട തന്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവൻ തെറ്റ് ചെയ്യും. क्योंकि हमने गए दिनों में भी हम देखा मनुष्य जो है वो क्या है, वो कमजोर होने की वजह से वो गलती करता है। क्योंकि हम भले मनुष्य परमेश्वर का रूप और उसको सदृश्य से बनाया गया है, तो भी हम गलती कर सकते हैं। അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, തെറ്റ് ചെയ്താൽ അവൻ ആ തെറ്റ് ഏറ്റു പറയാനും അത് ഉപേക്ഷിക്കാനും തയ്യാറാകുന്ന മനുഷ്യനായ യഥാർത്ഥത്തിൽ വിശുദ്ധൻ എന്ന് പറയുന്നത്. हाँ, और जो मनुष्य गलती कर वो एहसास होकर वो अंगीकार करके मन फिराता है, वही सच्चा व्यक्ति है, भक्त है। കാരണം അവനെ ദൈവം വഴക്ക് പറഞ്ഞപ്പോഴേ അവനോടനെ മാനസാന്തരപ്പെട്ടു. क्योंकि वो भक्त क्या किया, वो पवित्र जन ने क्या किया, प्रभु ने उसको जब उसको बात समझाया, उसने तुरंत मन फिराया। ചിലപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാകാം, शायद वचन सुनते समय में होगा, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വ്യക്തിയുടെ ഇടപെടലിലൂടെ ആയിരിക്കും, या फिर दूसरा व्यक्ति कोई उसके साथ कार्य कर रहा था, उस कार्य में उसको बोध्य हुआ रहेगा, ഇല്ലെങ്കിൽ വചനം വായിക്കുമ്പോഴായിരിക്കും, या फिर वचन पढ़ते समय में होगा, ആ സമയത്ത് അല്ല പ്രാർത്ഥനയിലായിരിക്കും, यहाँ तक कि प्रार्थना में भी हो सकता है। ആ സമയത്തും ദൈവം നമ്മോട് സംസാരിക്കും. उस समय में भी प्रभु हमसे बात करता है। അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ വിവിധ നിലകളിൽ ദൈവം നമ്മളെ ശിക്ഷിക്കാം. इसीलिए प्रभु हमें अलग अलग तरीके से प्रभु हमें ताड़ना दे सकता है। നമ്മള് തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 11 മുതൽ 13 വരെ വായിക്കുമ്പോൾ तीतुस का पुस्तक 2 अध्याय 11 से 13 पढ़ते हैं। टाइटस चैप्टर 2 11 to 13 നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ കുറിച്ച് പറയുമ്പോൾ അത് രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതുമായ ദൈവകൃപ എന്ന് പറഞ്ഞിരിക്കുന്നത്. हमें प्रभु का मिला हुआ जो अनुग्रह हो जो है वो हमें उद्धार भी देता है और हमें ताड़ना भी देता है। സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. हाँ, पहला 11 पढ़ना, उसके बाद 13-14 पढ़ना। क्योंकि परमेश्वर का वह अनुग्रह प्रकट है जो सब मनुष्य के उद्धार का कारण है, और उस धन्य आशा की अर्थात अपने महान परमेश्वर और उद्धारकर्ता यीशु मसीह की महिमा के प्रकट होने की बाट जो रहे हैं, जिसने अपने आप को हमारे लिए दे दिया कि हमें हर प्रकार के अधर्म से छुड़ा ले और शुद्ध करके अपने लिए एक ऐसी जाति बना ले जो भले भले कामों में सरगम हो। कहाँ से पढ़ा? तीतुस का पत्र पढ़ा? वही पढ़ा। अच्छा, हाँ, लेकिन ताड़ना देगा करके वो शब्द नहीं आया। एक 13 बजे 13 पढ़ो, 12 और 13 पढ़ो। 12 में है ब्रदर। हाँ, पढ़ो ठीक, सॉरी।
और हमें चेतावनी देता है कि हम अभक्ति और सांसारिक और अभिलाषा से मन फेर कर इस युग के संयम और धर्म और भक्ति से जीवन बिताए. ओके പിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു താടനം नहीं वो वाक्य नहीं है. वही तो मैं 12 में हमें फिर से पढ़ना 12 शुरुआत में और हमें चेतावनी देता है. चेतावनी देता है. ओके 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 मतलब आपका उसमें मतलब मैं भी ये बोला इसमें इतना नहीं आया बाकी उसमें है क्या नहीं है ഓക്കെ ठीक है. അപ്പോൾ ഇവിടെ പറയുന്ന സാറെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ശിക്ഷിച്ചു വളർത്തുന്നു. हाँ हमें मलयालम में जब हम पढ़ते समय में क्या करता है वो ताड़ना देकर हमें बढ़ाता है. ഭക്തിയോടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. यानी कि हमें भक्ति पूर्वक हमें इस दुनिया में जीना है तो वो हमें ताड़ना देकर सुधार कर बड़ा करता है. ഓക്കെ അപ്പോൾ അതാ എനിക്ക് തോന്നുന്നത് ഹിന്ദിയിൽ അത് പിന്നെ आप लोग थोड़ा लिख कर रहने से चलेगा मतलब ഓക്കെ तो പറയുന്ന സാരം എന്ന് പറഞ്ഞാൽ ഈ ദൈവസ്നേഹം നമ്മളെ എന്ത് ചെയ്യുന്നു? ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളിൽ വളർന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപ, ആ കൃപ നമ്മളെ രക്ഷിക്കുക മാത്രമല്ല ശിക്ഷിച്ചുകൂടെ വളർത്തുന്നു എന്നാ പറഞ്ഞത്. यानी कि इधर कहने का विषय यह है कि तीतुस का पुस्तक उसका 2 का 11, 12 और 13 में हमें बात समझना है कि ये सिर्फ उद्धार, परमेश्वर हमें सिर्फ उद्धार देता है ऐसा ही नहीं बल्कि वो हमें ताड़ना देकर हमें बढ़ोतरी भी करता है. ഞാനൊരു വാക്കുകൾ വായിപ്പിക്കട്ടെ. 89 उसका 31 से 34. हाँ भजन संगीता 89 का 31 से 34. साम्स 89 31 to 34. എൻ്റെ ചട്ടങ്ങളെ ലംഘിക്കുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എങ്കിലും ഞാൻ എൻ്റെ ദയയെ ഞാൻ അവങ്കിൽ നിന്ന് നീക്കളയില്ല, എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തുകയുമില്ല. पढ़ेंगे 89 का 31 से 33. 31 से 33. यदि वे मेरे विधियों का उल्लंघन करे और मेरी आज्ञाओं को न माने तो मैं उनके अपराध का दंड सोटे से और उनके अधर्म का दंड कोड़े से दूंगा. परंतु मैं अपनी करुणा उस पर से न हटाऊंगा और न सच्चाई त्याग कर झूठ ठहरूंगा. ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് इधर भी हम देखते हैं ദൈവത്തിന്റെ വചനത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ റൂട്ടിൽ നമ്മൾ തെറ്റിയാൽ परमेश्वर ने जो मार्ग में हमें रखा है वो मार्ग से अगर हम अड़ गए तो നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ വന്നാൽ हम लोग प्रभु के आज्ञाओं को अगर मानेंगे नहीं तो ദൈവം എന്ത് ചെയ്യും? वो क्या करेगा? ആ ലംഘനങ്ങളെ വടികൊണ്ടും അവരുടെ അകത്തത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. वो हमारे किया हुआ अपराधों को वो ताड़ना देकर वो लकड़ी से यानी सट्टे से हमें मार कर वो हमें सुधारेगा. എന്നാൽ ദൈവം തന്റെ ദയ നമ്മളിൽ നിന്നും നോക്കിക്കളയില്ല. लेकिन तभी भी वाक्य 33 में हम क्या पढ़ते हैं? वो अपना दया हमारे से नहीं छोड़ेगा. ദൈവം ഒന്ന് തല്ലിയെന്ന് വിചാരിച്ച് നമ്മളെ പിന്നെ വേണ്ടെന്ന് വെച്ചെന്നല്ല ഇതിന്റെ प्रभु ने हमें एक लकड़ी से मार क्या दे दिया बोल के ताड़ना दे दिया तुम मुझे नहीं चाहिए करके ऐसा ठुकराएगा नहीं. അപ്പോൾ ദൈവം എപ്പോഴും ഇടപെടുന്നത് ദൈവം നേരിട്ട് ഇടപെടാം. देखो परमेश्वर का कार्य करते समय में परमेश्वर स्वयं चाहिए तो आ सकता है. ദൈവം നേരിട്ട് ആ सकता है. अरे अभी प्रभु डायरेक्टली काम प्रभु डायरेक्टली स्वयं काम करेगा അല്ലെങ്കിൽ ഭക്തന്മാരിലൂടെ ദാസന്മാരിലൂടെ ചെയ്യാം. या फिर प्रभु का दास को इस्तेमाल करेगा वो ताड़ना देने के लिए. വിശുദ്ധന്മാരിലൂടെ ചെയ്യാം. या फिर अपने पवित्र जनों को इस्तेमाल करेगा. അപ്പോൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരിക്കലും നമ്മുടെ സഹോദരങ്ങൾ നമ്മളോട് എന്തെങ്കിലും പിന്നെ നമ്മുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ അവരോട് നിരാശരാകാൻ പാടില്ല. इसके लिए कभी भी हमारा भाई आकर कोई भी भाई अगर हमारा गलती अगर बताएंगे तो वो भाई के खिलाफ कभी गुस्सा नहीं होना या निराश नहीं होना. നമ്മൾ ഈ ആത്മീയ സത്യങ്ങളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാല് കുഴപ്പമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇടറും. लेकिन क्या क्या होता है ना हमें आत्मा का सच्चाई के बारे में अगर गहराई में समझेंगे तकलीफ नहीं है, लेकिन ऐसा छोटा छोटा बात आता है जल्दी ठोकर खाते हैं जो कमजोर है. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ अनेक ദുരഭിമാനങ്ങളുണ്ട്. क्योंकि जाने अनजाने में ना हमारे अंदर बहुत बुरा इच्छाएं रहता है. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും പിന്നെ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മള് ഒന്നും കൂടെ നന്നാകാൻ വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. इसके लिए भाई लोग क्या करेंगे? हमें और सुधारने के लिए हम लोग और उत्तम और अच्छा और भला विश्वासी बन जाने के लिए जब भाई लोग आके हमें उपदेश देता है तो वो उपदेश को हमें प्रेम से स्वीकारना है. ഞാനൊരു നല്ല അതിനുവേണ്ടി ഒരു വാക്യം ഞാൻ വായിപ്പിക്കും. उसके लिए अच्छा वाक्य मैं पढ़ाना चाहता हूँ. 141 5 വാക്യം. Psalms 141 verse 5. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ സാഹസിക്കുന്നത് തലയ്ക്ക് എണ്ണ, എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനി അവർ ചെയ്യുന്നത് ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. എന്തൊരു നല്ല ശബ്ദമാണ്. നമ്മളൊന്ന് ചിന്തിക്കണേ, നമ്മൾ ഈ വിശുദ്ധന്മാര് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്ന ശബ്ദം. 41 का 5 पढ़ेंगे.
धर्मी मुझको मारे तो वो कृपा मानी जाएगी, आमीन। और वह मुझे ताड़ना दे तो वह मेरे सिर पर का तेल ठहरेगा। हाँ। मेरा सिर उसके इनकार न करेगा। हाँ। लोगों के बुरे काम करने पर भी मैं प्रार्थना में लवलीन रहूंगा। तो ये हर एक विश्वासी, हर एक प्रभु के लोगों को ये वाक्य को वो लोग समझना चाहिए। ദൈവമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കും നമ്മളെ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ തിരുത്താൻ देखो ആഗ്രഹിക്കുന്നു. बहुत बार हमारे जीवन में हमारे सहविश्वासी लोग, हम सुधरना चाहिए, हम उत्तम रास्ते में चलना चाहिए, वो हमसे प्रेम करते हैं, इसके लिए वो हमें डांटने आकर हमें सुधारने के लिए आता है। നമ്മളൊരു കുടുംബമായതുകൊണ്ടും നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്നാൽ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും ഒന്ന് തിരുത്താൻ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവർ നമ്മുടെ ശത്രുക്കളായി മാറുന്നു, അവസാനം അവര് സഭ വിട്ടു പോകുന്നു. तो इसलिए हमें आत्मिक कुटुंब होने की वजह से हम एक परिवार के, इसलिए हम लोग प्रेम में रहते हैं। लेकिन बहुत बार क्या होता है, जब लोगों को समझाने के लिए जाता है तो वो समझाने के बाद वो लोग सही रीति से नहीं लेके वो लोग बुराई मानकर ठोकर खाकर कलीसिया छोड़कर चले जाते हैं। അത് എത്രയും ദുഃഖകരമായി. वो बहुत दुख की बात है ना प्रियो। എനിക്ക് വളരെ അനുഭവങ്ങളുണ്ട്. ये इस विषय में मुझे बहुत अनुभव है। അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നാ ഇനിയൊന്നും പറയണ്ടെന്നാണ് വിചാരിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റും. അതിനേക്കാളും ദൈവത്തിന്റെ സന്നിധിയിൽ അത് ശിക്ഷായോഗ്യമായി. तो अगर कभी चोचते क्या है, अरे चलो लोगों को बुरा लगेगा बोलकर मैं नहीं बोलता हूँ करके ऐसा चुप भी नहीं बैठ सकता, क्योंकि प्रभु अगर जो भी बातें हमें बोलता है वो बात नहीं बोला तो प्रभु का न्याय के दिन मैं दोषी ठहरूंगा। അപ്പോൾ ഈ ഈ ആണി ചെന്ന് ഇല വീണാലും ഇല ചെന്ന് ആണിയെ വീണാലും ഇലയ്ക്ക് കേടെന്ന് പറഞ്ഞ പോലെ നമ്മളൊരാളെ തിരുത്താൻ പോയാലും തിരുത്താതിരുന്നാലും പിന്നെ ദോഷം വരുന്നത് നമുക്കായിരിക്കും. अब ये खीला देखो, खीला अगर पत्ते के ऊपर गिरे या फिर पत्ता खीले के ऊपर गिरे, हानि किसको है? पत्ते को ही है। उसी तरह हम जाकर किसको कुछ बोले तो तकलीफ हमको, नहीं बोलेगा तो अभी तकलीफ हमको, दोनों जगह पर हम ही दबे हैं। വാസ്തവത്തില് പിന്നെ ദൈവവചനം നമുക്ക് അതിന്റെ ശരിയായ നിലയിൽ പഠിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? लेकिन क्या परमेश्वर का वचन को सही रीति से ना सिखाए, ऐसा हो सकता है क्या? പ്രാർത്ഥന ഇല്ലാത്ത ഒരു വ്യക്തിയോട് പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞാൽ, അതും പ്രത്യേകിച്ചും 10 മണി വരെ കിടന്ന് ഉറങ്ങുന്നവരോട് രാവിലെ എഴുന്നേൽക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊട്ടും ഇഷ്ടപ്പെടില്ല. जो भाई प्रार्थना नहीं करता उनको जाकर हम उपदेश देते, देखो भाई रोज प्रार्थना करना चाहिए। जो सवेरे 10-11 बजे तक सोता है उनको सवेरे बोलते हैं सवेरे उठना, प्रार्थना करना, ये सब बातें बोलने का उनको पसंद आता है क्या? അവര് പറയും ഈ ഉപദേശം ഞാൻ കേൾക്കണം. वो बोलेगा ऐसा उपदेश आप हमको मत दो। വളരെ ദുഃഖകരമല്ലേ? ये बहुत दुख की बात है ना। അപ്പോൾ തിരുവചനത്തിലൂടെ നമ്മൾ അവരുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും അവർക്ക് തെറ്റായിട്ട് തോന്നുകയും ഇത് ഞങ്ങൾക്ക് എന്തോ ഒരു വലിയ ശിക്ഷാവിധിയായിട്ട് വലിയ ഒരു ഞങ്ങളെ സജീകരിക്കുക, ഞങ്ങളെ ശിക്ഷിക്കുകയാണെന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. क्योंकि वो लोगों के अनंतता के बारे में, लाभ की बातें, उनको अनंतता में फायदा होने वाला सब ये सब बातें बोलेगा तो उनके भलाई के लिए है सब बातें बोलेगा तो उन लोग कैसा स्वीकार दे, ये कितना बड़ा सजा दे दिया, हमने क्या बहुत बड़ा गुनाह किया क्या, ऐसा क्यों हमें हमारे साथ सलूक कर रहे हो बोलकर ऐसा विचार और धारणा रखते हैं वो लोग। ചിലപ്പോൾ നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നില്ലോ, നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യണ്ടേ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഒരു വിരോധമാണ്. कभी कभी ऐसा होता है कि घर में पारिवारिक कुटुंब प्रार्थना नहीं होता, आप लोगों को कुटुंब का प्रार्थना, पारिवारिक प्रार्थना करना चाहिए करके सिर्फ ऐसा कहता हो, वही सुनकर बुरा लगता है उन लोग। നോക്കുക, നമ്മള് ഇതൊക്കെ ബാലപാഠങ്ങളാണ്, അതുപോലും അനുഷ്ഠിക്കാത്ത ഞങ്ങൾ വലിയ ഭക്തന്മാരാണ്, വിശുദ്ധന്മാരാണെന്ന് പറയുന്ന അവകാശപ്പെടുന്നവരുണ്ട്. देखो ये जो बातें बोले ये छोटी छोटी बातें, यानी बचपना की बातें, बच्चा की बातें, ये बातें भी वो लोग समझते नहीं है। और क्या जो लोग ढोंग करके दिखाते हैं, हम लोग बड़े बड़े विश्वास करके ऐसा बाहर दिखाने वाले लोग भी है। നമ്മൾ എത്രത്തോളം ഇങ്ങനെയൊക്കെ ജീവിക്കും? हे प्रियो, ऐसा कितना समय तक जिएगा? നമുക്ക് മരണാനന്തരം ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? प्रियो, क्योंकि मृत्यु के बाद हम लोग न्याय के सामने खड़े होंगे, उस न्याय के सामने खड़ा रहते समय में हमारा अवस्था क्या होगा प्रियो? അതുകൊണ്ട് നമ്മളോട് നമ്മുടെ കൂട്ട സഹോദരന്മാരാകട്ടെ ദേവദാസന്മാരാകട്ടെ നമ്മളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ ആരും നിരാശരാകരുത്. इसके लिए प्रियो प्रभु के बच्चों, मैं आपको बताना चाहता हूँ, हमारे सब भाई लोग या प्रभु के दास लोग कभी भी आकर हमें कुछ अच्छा बातें हमारे उपदेश के लिए देते समय में उसको वो सुनकर कभी निराश नहीं होना। അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്.
വേണ്ടിയാണ്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിത്യതയിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ലാഭത്തിന് വേണ്ടിയാണ് പറയുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. वो आपका फायदे के लिए बोल रहा हूँ, अनंतता में कुछ लाभ की बातें आपको मिलने वाला है, वो अगर आप ग्रहण करके मानेगा तो वो फायदा होगा आपका. ശത്രു പല രീതിയിലും തെറ്റായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാം. शैतान हमेशा हमारे जीवन में कुछ बुरा विचार ला सकता है, അങ്ങനെ ചെയ്യരുതേ. इसके लिए उसके विचार के पीछे मत जाना. ഈ വചനം പറയുന്നത് പോലെ ये वचन जैसा कहता है, നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് തലയ്ക്ക് എണ്ണ, എന്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ, എന്നെ അങ്ങനെ പറയുന്നില്ല. എന്നെ ഉപദേശിക്കുന്നത് വേണ്ട, എനിക്ക് ആരുടെ ഉപദേശത്തിന്റെ ആവശ്യമില്ല, അങ്ങനെ പറയല്ലേ ദൈവമക്കളെ. तो जो धर्मी जन का मार क्या है, वो एक दया और करुणा है, वो भला की बात है. कोई अगर मुझे मारे तो वो मेरे लिए उत्तम तेल के समान है, उस तेल को मेरा सर ना टुकराए. कुछ लोग विश्वासी क्या बोलते, आप मुझे ऐसा सब बातें मत बोलो, ये सब मुझे जरूरत नहीं है बोलकर क्या कर रहे हैं, वो आशीष की बातों को टुकरा रहे हैं. ഒരിക്കലും നമ്മൾ ചെയ്യില്ല. इसलिए प्रिय ऐसा नहीं करना. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. प्रभु आपसे प्रेम करता है. കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആളുകളിലേക്ക് പോകണമെങ്കിൽ, കർത്താവിൽ നമുക്ക് വളരാൻ കഴിയണമെങ്കിൽ, നമ്മളിലുള്ള തെറ്റായിട്ടുള്ള സ്വഭാവങ്ങൾ, ആ കാര്യങ്ങളിൽ നമ്മൾ ദൂരീകരിക്കണം. इसलिए प्रभु का प्रेम का गहराई में अगर हमें जाना है तो वो प्रभु का प्रेम का अवस्था को समझना है तो हमारे अंदर जो भी बुरा बात है उस सबको निकाल फेंकना है. എന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ എന്റെ കുറവ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റൂ. क्योंकि जो मुझसे प्रेम करता है वही लोग ही मेरा कमजोरी या कमियां बता सकता है. എന്നാല് നമ്മൾ പലപ്പോഴും നമ്മുടെ കുറവുകളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നവരെ നമ്മുടെ ശത്രുവായിട്ട് എണ്ണുന്നു. लेकिन बहुत बार जो लोग हमारा गलती दिखाते हैं वो लोगों को हम अपने शत्रु बना देते हैं. പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്യല്ലേ. लेकिन प्रिय ऐसा ना करें. ഞാൻ ചില വചനങ്ങളോട് അതിനുവേണ്ടി പഠിപ്പിക്കാം. उसके साथ कुछ और वचन मैं सिखाना चाहता हूँ. ഇയ്യോബിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. अय्यूब का पुस्तक उसका 10 का 14, जॉब चैप्टर 10 वर्स 14. അവിടെ വായിക്കുന്നത്, ഞാൻ പാപം ചെയ്താൽ നീ കണ്ടുവയ്ക്കുന്നു, എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ വിടുന്നതുമില്ല. हमें पढ़ेंगे 10 का 14. यदि मैं पाप करूं तो तू उसका लेखा लेगा और अधर्म करने पर मुझे निर्दोष न ठहराएगा. यानी कि बिना ताड़ना दिए मुझे छोड़ेगा नहीं. അപ്പോൾ ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ചെയ്തിരിക്കുന്ന പാപങ്ങളെ ദൈവം മറന്നു കളയത്തില്ല, വേണ്ടെന്ന് വെക്കത്തില്ല, അതിനെ ശിക്ഷിക്കാതെ വിടുകയുമില്ല. देखो, हमने किया हुआ पाप को प्रभु भूलता नहीं है और उसको बिना दंड दिए वो प्रभु छोड़ता नहीं. കാരണം കർത്താവ് അതെല്ലാം കണ്ടുവെക്കുന്നു. क्योंकि प्रभु वो सब बातों को देखता है. നീ മറന്നാലും ദൈവം മറക്കത്തില്ല. हाँ, मैं भूल जाएगा लेकिन प्रभु नहीं भूले, क्योंकि वो लेखा लेके रखा है. ദൈവമക്കള് ഒരു പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ, ദൈവാത്മാവ് നിശ്ചയമായും നമ്മളെ പറഞ്ഞു ഉണർത്തും. इसके लिए प्रभु का जब हम कुछ भी गलत बात करेंगे तो प्रभु का आत्मा सच्ची में आकर हमें उसका बोध करेगा, जागरूक देगा हमें. നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, സമ്മതിക്കുക, നമ്മളെ തന്നെ താഴ്ത്തുക, എന്നാലും അതിനൊരു ശിക്ഷയുണ്ട്. तो इसके लिए अगर हमने प्रभु की उपस्थिति में अब आकर समय में हमें अगर मन फिराया, पश्चाताप किया, तो भी उसका एक सजा प्रभु हमको देगा. നമ്മൾ ഇയ്യോബിന്റെ തന്നെ 5-17 വാക്യം വായിക്കുമ്പോൾ, योग 5 का 17 आप पढ़ते हैं. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. पढ़ेंगे 5 का 17. देख क्या ही धन्य है वो मनुष्य जिसको परमेश्वर ताड़ना देता है, इसलिए तू सर्वशक्तिमान की ताड़ना को तुच्छ मत जान. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ ശിക്ഷയെ നീ എന്ത് ചെയ്യരുത്, നിരസിക്കരുത്, അതിനെ നിസ്സാരമായി കാണരുത്, അതിനെ നമ്മൾ തള്ളിക്കളയരുത്. प्रभु जब ताड़ना देते समय में उसको तुच्छ नहीं समझना. ഒന്ന് രണ്ട് വാക്കുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. उसी के साथ 1-2 वाक्य और पढ़ाना चाहता हूँ. നമ്മള് 94-13 വാക്യം, वो भजन संगीता 94 का 14, 94 का 13. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിന്നെ അധ്യായം പറയാം 94 का 13. उसका 12 पढ़ना, हिंदी में 12 है. आगे पीछे होगा. हे यहाँ क्या ही धन्य है वो पुरुष जिसको तू ताड़ना देता है और अपनी व्यवस्था सिखाता है. അപ്പോൾ കർത്താവ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മളെ വഴക്ക് പറഞ്ഞു വരാം, നമുക്ക് ശിക്ഷ തന്നു വരാം. പ്രിയമുള്ളവരെ, ഇവയെല്ലാം ദൈവത്തിന് വചനം പറയുന്നത്, നീ ഒരു ഭാഗ്യവാൻ, നീ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, നീ വളരെ സന്തോഷവാനായിരിക്കുന്ന പറയുന്നത്. इसके लिए प्रभु हमको जब सुधारने के विषय आते समय में वो हमें ताड़ना देगा, हमें गुस्सा करेगा, हमें मारेगा, लेकिन ये सब परिस्थितियों में वचन क्या कहता है, तू धन्य है ऐसा मनुष्य जिसका प्रभु इस तरह ताड़ना देता है. ऐसा मनुष्य जिसको ताड़ना मिलता है वो धन्य है. ചിലരുടെ ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിലായി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെല്ലാം എന്നോട് വളരെ സ്നേഹത്തിൽ മാത്രമേ ഇടപെടാവുള്ളൂ,
ഒരിക്കലും എന്നോട് എന്നെ തെറ്റ് കണ്ടാലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചില മനോഭാവങ്ങൾ ചിലർ. कुछ लोगों में विचार क्या होता है, वो लोग क्या संकल्प करते हैं, सोचते हैं कि मैं विश्वासी बन चुका हूँ, इससे सब लोग मेरे साथ प्रेम में ही रहना, मेरा कोई भी गलती बताना नहीं बोलकर इस तरह का धारणाओं में गलत फहमियों में जीते हैं. നമ്മൾ ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി മാറിയപ്പോൾ हम लोग जब परमेश्वर के कुटुंब के अंग जब बन गए, ദൈവമക്കളെ നിശ്ചയമായും നമ്മൾ ആ കുടുംബത്തിന് യോഗ്യമായി ജീവിക്കേണ്ടവരാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിന് യോഗ്യമായി ജീവിക്കുന്നില്ല. हमें प्रभु का राज्य के स्वभाव, हम लोग प्रभु के स्वर्गीय परिवार का हिस्सा हम हो चुके हैं, इसलिए उस परिवार का हिस्सा होने की वजह से हम वो योग्य रीति से चलना चाहिए, लेकिन बहुत बार हम नहीं चलते. നമ്മുടെ കുറവുകൾ ഒരിക്കലും നമുക്ക് മനസ്സിലായില്ല. हमारा कमियां शायद हम जल्दी पहचान नहीं पाएंगे, हमें समझ में नहीं आता. എന്നാൽ ദൈവം നമ്മളെ അതുകൊണ്ട് ഓർപ്പിക്കും. लेकिन प्रभु हमें याद दिलाता है. ഓർപ്പിച്ചിട്ട് വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്. तो वो एक बार गलतियों का एहसास दिलाने के बाद, हमें याद दिलाने के बाद फिर से वही गलती करेगा तो तभी प्रभु हमको ताड़ना देता है. ദൈവം സ്നേഹിക്കുന്നു, അതിന്റെ അർത്ഥം ദൈവം തെറ്റ് കണ്ടാലും മിണ്ടാതിരിക്കുന്നതല്ല പ്രിയമുള്ളവർ. परमेश्वर हमसे प्रेम करता है, इसके लिए हमारा गलती दिखेगा तो ताड़ना नहीं देगा, ऐसा नहीं है प्रिय. ദൈവം നമ്മളെ നിശ്ചയമായും ശിക്ഷിക്കും. क्योंकि प्रभु हमें निश्चय रूप से वो हमें ताड़ना देगा, കാരണം നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. क्योंकि वो हमसे प्रेम करता है. ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ പദ്ധതിയാണ്. क्योंकि प्रभु को हमारे विषय में बहुत बड़ा इच्छा उन्होंने हमारे लिए रखा, सोच के रखा है. നാം ഏതെങ്കിലും തെറ്റിലോ പാപത്തിലോ ജീവിക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. हम कोई भी गलतियां या पाप में बने रहे, ऐसा परिस्थिति में प्रभु रखेगा नहीं. നമ്മള് സദൃശ്യവാക്യം 3:11-12 വായിക്കുമ്പോൾ नीति वचन उसका 3:11-12 हम पढ़ते हैं. Proverbs chapter 3:11-12. മകനെ യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവന്റെ ശാസനയെങ്കിലും മുഷികയും അരുത്. അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നത്. കൊണ്ടോ, താൻ സ്നേഹിക്കുന്നവനെയാണ് ദൈവമക്കളെ ശിക്ഷിക്കുന്നത്. पढ़ेंगे नीति वचन 3:11-12. हे मेरे पुत्र, यहोवा की शिक्षा से मुंह न मोड़ना, और जब वो तुझे डांटे तो तू बुरा न मानना, क्योंकि यहोवा जिसे प्रेम रखता है उसको डांटता है, जैसे कि बाप उस बेटे को जैसे वो अधिक चाहता है. देखो, अब जैसा बाप अपना बेटे को अधिक चाहता है, जिस पिता अपना बेटे से बहुत प्रेम करेगा वो उसको ताड़ना करे, सुधारेगा. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു അടയാളമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത നേരെയുള്ള ചില ദുഃഖങ്ങൾ, ചില വേദനകൾ ദൈവം അനുവദിക്കുന്നത്. इसके लिए हमारे जीवन, प्रभु हमसे प्रेम करता है, परमेश्वर हमसे प्रेम करता है, उसका सबूत क्या है? हम हमारे जीवन में जो बात हमें आग्रह नहीं रखता, जो पसंद नहीं करता, उस तरह का प्रतिकूल और कष्ट हमें इसके लिए देता है. तो प्रभु अनुमति किया है क्योंकि वो हमसे प्रेम कर रहा है. നമ്മുടെ പറയും, കർത്താവ് ഞാൻ സോറി പറഞ്ഞതല്ലേ, ഞാൻ ക്ഷമ ചോദിച്ചതല്ലേ, ഞാൻ ക്ഷമ പറഞ്ഞു, കർത്താവ് തെറ്റിപ്പോയത് നമുക്ക് സമ്മതിച്ചല്ലേ എന്നൊക്കെ നമ്മൾ പറയാം. हम लोग तो शायद बोल सकते हैं, प्रभु मैंने इसका अंगीकार किया था, मैंने क्षमा मांगा था ना, फिर क्यों ऐसा आप कर रहे हो? പ്രിയരെ, നമ്മള് തെറ്റ് ചെയ്താൽ അതിനൊരു ശിക്ഷയുണ്ട്. क्योंकि अगर हमने गलती किया तो उसका सजा है. ഒന്നും നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. एक तो हमें गलती नहीं करना चाहिए, എന്നാൽ നമ്മൾ തെറ്റ് ചെയ്യുന്നു. लेकिन फिर भी हम गलत करते हैं. തെറ്റ് ചെയ്യുന്നതുകൊണ്ട് നീതിമാനായ ദൈവത്തിന് നമുക്കൊരു ശിക്ഷ നൽകണം. इसके लिए हम गलती करता है तो एक धर्मी प्रभु पिता होने की वजह से वो धर्मी है, इसके लिए उसका सजा देगा. കാരണം നമുക്ക് മരണാനന്തരം പിന്നീട് ശിക്ഷയില്ല. क्योंकि मृत्यु के बाद फिर हमारे पास दंड नहीं है, दंड का कोई भी दंड का आज्ञा नहीं है. ചിലർ പഠിപ്പിക്കുന്ന പോലെ ഒരു ശുദ്ധീകരണ സ്ഥലമൊന്നുമില്ല. कुछ ऐसा सिखाते हैं कि एक शुद्धिकरण का स्थान है मरने के बाद, ऐसा नहीं है. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം കർത്താവ് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. कि हमारे लिए सब कुछ प्रभु ने क्रूस पे कर दिया है. ഇനി നമ്മൾ കർത്താവിനായതിനു ശേഷം തെറ്റ് ചെയ്താൽ കർത്താവ് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ശിക്ഷ തരും. इसके लिए अभी हम मसीह में हो जाने के बाद अगर हमने कुछ भी अगर गलती किया तो उसका सजा प्रभु हमको अभी देगा. ഞാൻ 1-2 വാക്യങ്ങൾ വായിപ്പിച്ചോട്ടെ. इसके साथ 1-2 वाक्य पढ़ाना चाहता हूँ. യിരെമ്യാ പ്രവചനം 30-31 വാക്യം. यिर्मयाह का पुस्तक 30:11. जरबाया चैप्टर 30:11. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും, എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായത്തോടെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയുമില്ല. पढ़ेंगे उसका 30:11. क्योंकि यहोवा की यह वाणी है, तुम्हारा उद्धार करने के लिए मैं तुम्हारे संग हूँ, इसलिए मैं उन सब जातियों का अंत कर डालूंगा जिसमें मैंने तुम्हें तितर बितर किया है, परंतु तुम्हारा अंत न करूंगा. तुम्हारी ताड़ना में विचार करके करूंगा और तुम्हें किसी प्रकार से निर्दोष न ठहराऊंगा. അപ്പോൾ ഇവിടെ തെറ്റ് ചെയ്ത തന്റെ ജനത്തെ ശിക്ഷിക്കുന്ന കാര്യം പറഞ്ഞു. यहाँ पर जो प्रभु के लोगों ने जो गलती किया है उनको सजा दे रहे हैं, उनको ताड़ना देने के बारे में कहा है. അതേ കാര്യം അതേ യിരെമ്യാവിന്റെ പുസ്തകം 46:28 ഒന്നുകൂടെ ആവർത്തിക്കുന്നുണ്ട്. वही बात हम जरबाया 46:28 में प्रभु फिर से वो बात कहता है. ഞാൻ അതിന്റെ അവസാനം വീണ്ടും ഒരിക്കൽ വായിക്കുന്നു. उसका बस आखिरी भाग में पढ़ाना चाहता हूँ. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവം ചെയ്യുന്നത് എപ്പോഴും ന്യായമായിരിക്കും. ന്യായമായി ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ലെന്ന് പറഞ്ഞു. उसका आखिरी भाग पढ़ेंगे.
मैं तेरी ताड़ना विचार करके करूंगा, परंतु तुझे किसी प्रकार से निर्दोष न ठहराऊंगा। അപ്പോൾ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ആ തെറ്റിനൊരു ന്യായമായ ശിക്ഷ കൊടുക്കാതിരിക്കുകയില്ല. तो यानी कि प्रभु अगर जो भी जब न्याय करेगा वो क्यों कर रहा है, गलती किया हुआ बात को, वो गलती किया हुआ सजा जो अवस्था है उसको न्याय पूर्वक है, सही रीति से प्रभु उसको सजा देगा। Praise the Lord. आमीन। അപ്പോൾ ദൈവമക്കളെ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ. इसलिए है प्रभु के बच्चों एक बात मैं याद दिलाना चाहता हूँ, ദൈവം നമ്മളെ നിശ്ചയമായി സ്നേഹിക്കുന്നു. प्रभु आपसे वास्तव में प्रेम करता है। ആ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ദൈവം. वो प्रेम करने वाला परमेश्वर जो है वो हमें ताड़ना भी करता है, सुधारता भी है। നമുക്ക് ശിക്ഷ തരിക എന്ന് പറയുന്നത് നമ്മളെ നിത്യാഗ്നിയിലേക്ക് വിടുകയല്ല. हमें सजा देगा बोला तो बोला हमें नरक में डालेगा, ऐसा नहीं है। അല്ല, നമുക്ക് സഹിക്കാവുന്നതിന്റെ അപ്പുറമുള്ള ഏതെങ്കിലും ഒരു ശിക്ഷ ദൈവം തരത്തില്ല. और ऐसा भी नहीं है कि हम लोग जो सहन नहीं कर सकते उससे ज्यादा कोई कष्ट हमको देगा, എന്നാൽ ദൈവം നമുക്ക് ശിക്ഷ തരും. लेकिन फिर भी प्रभु आपको ताड़ना करेगा, सजा देगा। ആ ശിക്ഷണം നമ്മുടെ ആത്മീയത്തിന്റെ ഉന്നതിക്കും അതിന്റെ ഉറപ്പിനും വളരെ നല്ലത്. तो और वो ताड़ना, वो जो शिक्षण जो हमें मिलता है वो हमारे आत्मिक जीवन का उन्नति के लिए और हमें मजबूत करने के लिए फायदा हो जाता है। ദൈവം സഭയോട് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, പിന്നെ വെളിപ്പാട് 2-3 അധ്യായങ്ങൾ സഭയ്ക്കുള്ള ദൂതാണല്ലോ. അതിന്റെ 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ ലവോദിക്യ സഭയോട് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം, हम लोग प्रकटीकरण का पुस्तक में पढ़ते समय में कलीसिया के साथ प्रभु बात करते समय में 2 और 3 अध्याय में हम पढ़ते हैं, लेकिन तीसरा अध्याय के 19 में रेवलेशन 3:19 में हम देखते हैं, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. हाँ उसका शुरुआत का आगे पढ़ना है, 19 पढ़ेगा। मैं जिससे प्रेम करता हूँ उन सबों को उल्हाना और ताड़ना देता हूँ। हाँ, जिन लोगों से मैं प्रेम करता हूँ उनको उल्हाना और ताड़ना देता हूँ। അപ്പോൾ ഇവിടെ ദൈവസ്നേഹത്തെ നമുക്ക് എന്തായിട്ട് കാണാൻ പറ്റും? इधर हमें प्रभु का प्रेम को अब किस रीति से हम देखते हैं, ദൈവസ്നേഹം ശിക്ഷിക്കുന്ന സ്നേഹമാണ്. यानी कि प्रभु का प्रेम जो है एक सजा देने या ताड़ना देने का प्रेम है। അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് രക്ഷിക്കുന്ന സ്നേഹം, इसके पहले हमने देखा बचाने वाला प्रेम था, അതിനു മുമ്പ് നമ്മൾ കണ്ടത് ക്ഷമിക്കുന്ന സ്നേഹം. उसके पहले हमने देखा वो क्षमा करने वाला प्रेम है। ഇനി ആ സ്നേഹത്തിന്റെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വേഗം അവസാനിപ്പിക്കും. उसका प्रेम का और एक विशेषता को मैं बोलकर मैं खत्म करना चाहूंगा। 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യമാണ്. दूसरा कोरिन्थी 5:14, 2 Corinthians 5:14। ഈ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഈ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്ന സ്നേഹമാണ്. ये हमें विवश करने वाला प्रेम है करके दूसरा को 2 Corinthians 5:14 में पढ़ते हैं। ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. मसीह का प्रेम हमें विवश करता है। അപ്പോൾ എന്തിനാണ് നിർബന്ധിക്കുന്നത്? क्यों विवश करता है? കർത്താവിനായി ജീവിക്കുവാൻ. मसीह के लिए जीने के लिए। അതിന്റെ 15-ാം വാക്യത്തിലുണ്ട്. और उसका 15 वाक्य में हम पढ़ते हैं, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. पढ़ेंगे 2 Corinthians 5:15। और वो इस निमित्त सबके लिए मरा कि जो जीवित है वे आगे को अपने लिए न जिए, परंतु उसके लिए जो उनके लिए मरा और फिर जी उठा। അപ്പോൾ ഇനി നമുക്കിവിടെ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്ന സ്നേഹമാണ്. എന്തിനാണ്? നാം ക്രിസ്തുവിനായി ജീവിക്കണം. तो इसके लिए प्रभु का प्रेम जो हमें विवश करता है, क्यों, किस बात के लिए? क्योंकि हम प्रभु के लिए जीने के लिए। Praise the Lord. आमीन। നമുക്ക് ഇന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടോ? क्या आज हमें मसीह के लिए जीने के लिए इच्छा है क्या? ഇത് നാം ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? तो आज हम किसके लिए जी रहे हैं? നാം നമുക്ക് വേണ്ടിയാണോ അതോ ക്രിസ്തുവിന് വേണ്ടിയാണോ? हम हमारे लिए जी रहे हैं क्या मसीह के लिए जी रहे हैं? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ये हमें जांचना है। ഇത് നമ്മളെ നിർബന്ധിക്കുന്ന സ്നേഹം. ये हमें विवश करने वाला प्रेम है। അതേ പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നമുക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സ്വഭാവം നമുക്ക് വേണം. इसके लिए हमेशा हमें प्रभु में उस प्रेम में बना रहकर उसके कार्यों में बढ़ोतरी पाने वाला अवस्था में हमें चलना है। നമുക്കറിയാം, നമ്മൾ 1 കൊരിന്ത്യർ 15:58 വായിക്കുന്നുണ്ട്. 1 Corinthians 15:58 में हम पढ़ते हैं। 1 Corinthians 15:58। ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകും. കർത്താവിന്റെ വേലയിൽ വർദ്ധിക്കുവാനായിട്ട് ദൈവസ്നേഹം നമ്മൾ നിർബന്ധിക്കണം. पढ़ेंगे 15:58 में। इसलिए है मेरे प्रिय भाइयों, दृढ़ और अटल रहो,
और प्रभु के काम में सर्वदा बढ़ते जाओ, हाँ। क्योंकि यह जानते हो कि तुम्हारा परिश्रम प्रभु में व्यर्थ नहीं है। देखो, प्रभु का उस कार्यों में बढ़ते रहने के विषय में वो हमें विवश करने वाला प्रेम से कार्य कर रहा है, तो ही क्या होगा, हम प्रभु के प्रेम में कार्यों में बढ़ते रहेंगे। ഇന്ന് നമുക്ക് ഏതെല്ലാം നിലയിൽ കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരാൻ കഴിയും? आज हमें कुछ से बातों में प्रभु के कार्यों में बढ़ने को हो पा रहा है। ഓരോ ദിവസവും നമുക്ക് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരാൻ കഴിയണം. एक एक दिन हमें प्रभु के कार्यों में बढ़ते रहना चाहिए। ഇന്ന് നമ്മൾ ലോക്ക്ഡൌൺ പീരീഡിലായതുകൊണ്ട് അധികം നമ്മൾ ഭവനങ്ങളിലാണ്. आज हमें अभी तो हम लोग लॉकडाउन में होने की वजह से हम लोग ज्यादा भी समय घर में ही रहते हैं, അധികം നമ്മൾ മറ്റുള്ളവരുമായിട്ട് വിസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കറങ്ങി നടക്കാറില്ല. ज्यादा हम लोग को घूमने होता नहीं है, विजिट करने नहीं हो पाता, എന്നാൽ നമുക്ക് ഇന്നും കർത്താവിന്റെ വേലയിൽ വർദ്ധിക്കാൻ കഴിയും. लेकिन फिर भी हमें प्रभु के प्रेम कार्य में बढ़ सकते हैं। നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നത് തന്നെ അതൊരു വേലയാണ്. हमें प्रभु के साथ बना रहना ही एक कार्य है। നിങ്ങൾ കർത്താവിന്റെ ചില പ്രാർത്ഥനയിൽ പോരാടുന്നത്, आप प्रभु के साथ प्रार्थना में रहते समय में, നിങ്ങൾ വചനം ധ്യാനിക്കുന്നത്, आप जब वचन ध्यान करते समय में, ഏതെങ്കിലും നിലയിൽ നമുക്ക് ഫോണിലൂടെ ആണെങ്കിലും വചനം പങ്കുവയ്ക്കുവാൻ ഇടയാകുന്നത്, यहाँ तक कि फोन में भी अगर हम वचन को बांट सकते हैं तो എല്ലാം കർത്താവിന്റെ വേലയാണ്. वो सब प्रभु का कार्य है। Praise the Lord. Amen। അപ്പോൾ നമുക്ക് കർത്താവിന്റെ വേലയിൽ അധികമായി വർദ്ധിക്കുവാൻ കഴിയുന്നുണ്ടോ? इसलिए हमें प्रभु का प्रेम में हमें अधिक बढ़ने हो पा रहा है क्या? ഞാനൊരു കാര്യം ഞാൻ പറയാം. एक बात मैं बताना चाहता हूँ, ഞാൻ എന്നെ കുറിച്ച് തന്നെ ഞാൻ ആരാണെന്നൊരു കാര്യം മനസ്സിലാക്കണം. मेरे विषय में मैं कौन हूँ करके ये हर एक विश्वासी अपने विषय में जानना चाहिए। അതിന് യോഗ്യമായ നിലയിൽ നമ്മൾ ജീവിക്കണം. उसके योग्य रीति में हमें चलना है। ഞാൻ ദൈവ വൈദ്യരാണ്. हम लोग परमेश्वर के बच्चे हैं। നമ്മൾ 1 പത്രോസ് 2:9 വായിക്കുമ്പോൾ, पहला पत्रोस 2:9 में पढ़ते हैं, നിങ്ങളോ അന്ധകാരത്തിലും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അതെ. ഇവിടെ നമ്മുടെ ഓരോ പദവികളും നമ്മുടെ ഓരോ കർത്തവ്യങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു വചനമായി. हाँ, यहाँ पर एक ऐसा वचन है जो हमारा पदवी और हमारा स्थान को बताता है। पढ़ेंगे पहला 1 पीटर 2:9। पर तुम एक चुना हुआ वंश और राज पदधारी और याजकों का समाज और पवित्र लोग और परमेश्वर की नीच प्रजा हो, इसलिए कि जिसने तुम्हें अंधकार में से अपनी अद्भुत ज्योति में बुलाया है कि उसके गुण प्रकट करो। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെയായിരിക്കണം? ഈ വചനാനുസരണം. ഞാനൊരു വിശുദ്ധനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിലയിലും വിശുദ്ധി ഉണ്ടായിരിക്കണം. इसके लिए हमें क्या है, हमारे जीवन में हम हमेशा वचन के आधार पर होना चाहिए। क्योंकि हम लोग पवित्र जन है तो हमारे कार्यों में भी पवित्रता दिखना चाहिए, നമ്മുടെ നടപ്പിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. हमारे चाल चलन में पवित्रता दिखना चाहिए। അല്ലെ, നമ്മള് എഫേസ്യർ 5:2 വായിക്കുന്നുണ്ട്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യസ്നേഹ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. हाँ, उससे पढ़ेंगे एफिसियों 5:2 में, एफिसियंस 5:2। जिसने तुम्हें पहले इस संसार की रीति पर और आकाश के अधिकार के 5:2 एफिसियों 5:2। और प्रेम में चलो, जैसे मसीह ने भी तुमसे प्रेम किया और हमारे लिए अपने आप को सुखदायी सुगंध होने के लिए परमेश्वर के आगे भेंट करके बलिदान कर दिया। हाँ, प्रेम में चलो, സ്നേഹത്തിൽ നടപ്പിൻ. इसलिए प्रेम में चलो। നമ്മുടെ നടപ്പ് പോലും സ്നേഹത്തിലായിരിക്കണം. हमारा चाल चलन भी, हमारा चलना भी प्रेम में रहना चाहिए। നമ്മുടെ സംസാരം സ്നേഹത്തിലായിരിക്കണം. हमारा बातचीत भी प्रेम में रहना है। നമ്മള് 2 യോഹന്നാൻ 6 വാക്യം വായിക്കുമ്പോൾ, അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് പോലെ തന്നെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. दूसरा യോഹന്നാൻ 6 पढ़ेंगे, दूसरा യോഹന്നാൻ 6। और प्रेम यह है कि हम उसकी आज्ञाओं के अनुसार चले। हाँ, प्रेम यही है कि उसके आज्ञा के अनुसार चले। അപ്പോൾ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നതാണ് സ്നേഹം. उसके आज्ञा के अनुसार चलना ही प्रेम है। Praise the Lord. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, तो एक बात हमें समझना है, ഞാനൊരു വിശുദ്ധനാണെന്ന് പറയുമ്പോൾ ആ വിശുദ്ധിക്ക് ചേർന്ന ഒരു ജീവിതമായിരിക്കണം. मैं एक पवित्र जन हूँ तो मैं पवित्रता के हिसाब से मेरा चाल चलन होना चाहिए। ഞാനൊരു പുരോഹിതനാണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആ പുരോഹിതന്റെ ശുശ്രൂഷ നമ്മൾ ചെയ്യണം. मैं याजक हूँ करके बोलते समय में याजक का रीति का सेवा भी मुझे करना है। Praise the Lord. ഞാനൊരു പടയാളിയാണ്. ക്രിസ്തുവിന്റെ പടയാളി എന്ന് പറയുമ്പോൾ ഞാൻ പടക്കളത്തിൽ കാണണം. हाँ, तो मैं एक सेना में हूँ, मैं मसीह का सेना का स्वर्गीय सेना का अगर भागी हूँ तो युद्ध भूमि में मैं दिखना चाहिए। ഇതൊക്കെ നമ്മുടെ ഓരോ പദവികളാണ്. ये सब हमारा स्थान है। ഞാൻ കർത്താവിന്റെ ഒരു അംബാസിഡർ എന്ന് പറയുമ്പോൾ ആ അംബാസിഡറിന്റെ കർത്തവ്യം നമുക്ക് ഉണ്ടായിരിക്കണം. मैं अगर मसीह का राजदूत हूँ करके बोलते समय में उस राजदूत का स्वभाव मुझमें दिखना है। Praise the Lord. ഇവിടെ ആ കാര്യങ്ങളൊക്കെ നമ്മള് എനിക്കൊരു പദവി കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കുന്നതിനകത്തല്ല, ആ പദവിക്ക് യോഗ്യമായ ഒരു ജീവിതം നമുക്കുണ്ടായി. तो मुझे पदवी मिला है उसमें खुशी है, उतना ही नहीं बल्कि उस पदवी के हिसाब से योग्य चाल चलन भी चलना चाहिए। നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്കറിയാം, നമ്മൾ പടക്കളത്തിൽ നിൽക്കുമ്പോൾ അവിടെ പടക്കോപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന യൂണിഫോമും അതിന്റെ ഉപകരണങ്ങളും ഉണ്ട്. എന്നാൽ അവിടെ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് കൊളോസ്യർ 3:14 വായിക്കുന്നത്,
എല്ലാറ്റിനും മീതെ, അതിന്റെ എല്ലാം മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. ഈ ആയുധങ്ങളുടെ എല്ലാം മീതെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹം ധരിക്കണം. तो इसके लिए हम जब युद्ध भूमि में चलते समय में वो युद्ध भूमि में सही रीति का हमें तैयारी रहना चाहिए. हमें वही बात का शस्त्र और अस्त्र को सब बात को पहनकर हमें एक युद्ध भूमि में चलते हैं. लेकिन उस युद्ध भूमि में बने हुए अवस्था में रहते समय में कोलोसियों का 3:14 में देखो क्या पढ़ते हैं. कोलोसियंस चैप्टर 3:14. इस सब के ऊपर प्रेम को जो सिद्धता का कटिबंध है बांध लो. वो सब के ऊपर हमारे सबने जो भी कवच पहना वो सबको प्रेम को हमें पहनना है. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ സ്നേഹത്തെ ധരിക്കാൻ മറക്കരുത്. इसलिए इस प्रेम को पहने रहने के लिए भूलना नहीं. അതിന് ഈ സ്നേഹത്തിന്റെ അതിന്റെ ഒരു വർണ്ണന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ ഇടപെടുമ്പോൾ പോലും ആ സ്നേഹം ആയിരിക്കണം നമ്മളിൽ നിന്ന് ഒഴിയേണ്ടത്. इसके लिए हम लोग जब भी बातचीत करते हैं, हम कोई भी कार्य करते समय में हर बातचीतों में भी प्रेम रहना चाहिए, प्रकट होना चाहिए. നമ്മൾ 1 പത്രോസ് 4:8 വായിക്കുമ്പോൾ पहला पत्रोस 4:8 में जब हम पढ़ते हैं, സകലത്തിനു മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. അതിന്റെ ആദ്യ ഭാഗം पहला पत्रोस 4:8 का शुरुआत पढ़ना खाली. सबसे श्रेष्ठ बात यह है कि एक दूसरे से अधिक प्रेम रखो. हाँ, एक दूसरे से अधिक प्रेम रखो. അപ്പോൾ നമ്മൾ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുക. हमें अधिक प्रेम वाले होने चाहिए. അതിന്റെ 1:22 വായിക്കുമ്പോൾ അതിന്റെ അവസാനം 1:22 का आखिरी भाग में 1 पीटर 1:22 ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ സ്നേഹിപ്പിൻ. हृदय पूर्वक पढ़ेगी 22 का. तो तन मन लगाकर एक दूसरे से अधिक प्रेम रखो. हाँ, तन मन लगाकर, हृदय पूर्वक तन मन लगाकर एक दूसरे से अधिक प्रेम करो. Praise the Lord. आमेन. അപ്പോൾ ഇന്ന് നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം ദൈവം ഒന്ന് പരിശോധിച്ചാൽ, अगर आज परमेश्वर की ओर का वो प्रेम को अगर प्रभु जांचेगा तो നമ്മുടെ ദൈവം സന്തോഷിക്കുന്ന ഒരു സ്നേഹം കർത്താവിന് അർപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? प्रभु प्रेम खुश होने वाला एक अवस्था का वो प्रेम हम प्रकट कर सकते हैं क्या? നമുക്കറിയാം കർത്താവിനെ സ്നേഹിക്കുന്നവരാണല്ലോ കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത്. കർത്താവ് പറഞ്ഞില്ലേ യോഹന്നാൻ 14:15 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകളെ പ്രമാണിക്കും. യോഹന്നാൻ 14:15 में हमने क्या पढ़ा था? जो मुझसे प्रेम करता है वो मेरा आज्ञा आपको मानता है. അപ്പോൾ സ്നേഹത്തിന്റെ അടയാളം അനുസരണമാണ്. तो यानी कि प्रेम का जो चिन्ह है या प्रतिरूपात प्रकट करने वाला बात क्या है? आज्ञा का पालन करना, आज्ञाकारिता दिखाना. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്ക് കർത്താവിനോട് സ്നേഹമുണ്ടെന്ന് വാസ്തവമായും പറയാൻ കഴിയും. तो इसके लिए आज मुझे प्रभु के साथ प्रेम है करके क्या वास्तव में आप बोल सकते हैं क्या? കർത്താവിനേക്കാൾ കവിഞ്ഞ് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? मसीह से भी ज्यादा कुछ भी बात हमारे जीवन में है क्या? നമ്മുടെ ആത്മീയ കാര്യങ്ങള് ഒന്നാം പന്തിയിലാണോ അതോ മറ്റേതെങ്കിലും ഒരു അവസ്ഥയിലാണോ? हमारा आत्मिक अवस्था को हमने पहला स्थान दिया है क्या या नीचे का स्थान में रखा है? നമ്മുടെ സ്നേഹത്തെ ഒന്ന് പരിശോധിച്ചാൽ अगर अपना प्रेम को अगर हम जांचे तो നമുക്കറിയാം അബ്രഹാമിനെ ദൈവം ഒരു ടെസ്റ്റ് ചെയ്തു. हम जानते हैं ना, प्रभु ने जांचा. എന്താ ടെസ്റ്റ്? वो जांचने का अवस्था क्या था? അബ്രഹാമിന് സ്നേഹം എന്നോടോ അതോ മകൻ ഇസ്ഹാക്കിനോടോ? अब्राहम किससे ज्यादा प्रेम करता है? अपना बेटे से ज्यादा प्रेम करता है या मुझसे ज्यादा प्रेम करता है? കാരണം കർത്താവ് അവിടെ പ്രയോഗിച്ച പ്രയോഗം നമുക്കറിയാം. 22:2 प्रभु ने जो इस्तेमाल किया उस शब्दों को अगर हम देखें तो उसका उत्पत्ति 22:2 में അവിടെ എന്താ കർത്താവ് പറഞ്ഞേ? जेनेसिस 22:2 में प्रभु वहां पर क्या कहता है? നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ നീ എന്ത് ചെയ്യണം? നീ എനിക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം. तू अपना प्रेम करने वाला एकलौता पुत्र इसहाक को तू मुझे होम बलि के लिए चढ़ाना. അപ്പോൾ അറിയാം ആരെയാ സ്നേഹിക്കുന്നത്. तब तू जानेगा तू सच्ची में किससे प्रेम करता है. നോക്കണം, നമ്മൾ സ്നേഹിക്കുന്നതിനെ ദൈവം ആവശ്യപ്പെട്ടാൽ, अगर हम जिस बात से प्रेम करते हैं उसका मांग अगर प्रभु ने किया तो ഈ വിഷയം അറിയാവുന്നതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. आप लोग ये विषय जानते हैं इसलिए मैं इसमें लंबा नहीं ले रहा. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിനേക്കാൾ അധികം എന്തിനോടെങ്കിലും സ്നേഹമുണ്ടോ? इसलिए हमें एक बात जानना है कि क्या हमें प्रभु से ज्यादा कोई और चीजों से हम प्रेम करते हैं क्या? നമ്മൾ ചില അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ കർത്താവിനേക്കാളും മറ്റു പലരെയും സ്നേഹിക്കുന്ന അനുഭവം ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. हमें कुछ परिस्थितियां आते समय में तभी हमको मालूम पड़ता है, अरे मैं वो बातों को मैंने प्रभु से ज्यादा प्रेम किया करके वो परिस्थिति हमें सिखाएगा. ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം. एक और बात मैं याद दिलाना चाहता हूँ. ഇവിടെ അബ്രഹാം ഈ പരീക്ഷയിൽ വിജയിച്ചു. अब्राहम इस परीक्षा में जीत गया. നിശ്ചയമായും തനിക്ക് ദൈവത്തോട് കർത്താവിനോട് താൻ പറഞ്ഞു, കർത്താവ് എനിക്ക് അങ്ങേക്കാൾ മറ്റാരോടും സ്നേഹമില്ല, നീ ചോദിച്ചു ഞാൻ തന്നേക്കാൾ പറഞ്ഞു കൊടുത്തു. और अब्राहम ने उसका जीवन प्रभु आपने जो मांग किया वो मैं देता हूँ बोलकर उसने समर्पण किया. ഇവിടെ വേറൊരു വ്യക്തി നമുക്കറിയാം, പത്രോസ്. हम दूसरे एक व्यक्ति के बारे में पढ़ते हैं, पत्रोस के बारे में. പത്രോസ് ഉയർത്തെഴുന്നതിന് ശേഷം കർത്താവ് പത്രോസിന് വെളിപ്പെടുകയാണ്. हम जानते हैं कि पुनरुद्धार हो जाने के बाद प्रभु पत्रोस में प्रकट हुआ. എന്നിട്ട് അതിന്റെ യോഹന്നാൻ 21:15 വരെ വായിക്കുമ്പോൾ 3 പ്രാവശ്യം നീ ഇവിടെ കർത്താവ് ചോദിക്കുന്നത് നീ ഇവരിൽ അധികമായി. പക്ഷെ അതിന്റെ ശരിക്കും വേദപണ്ഡിതന്മാർ പറയുന്നത് ഇവയിൽ അധികമായി എന്ന് പറഞ്ഞാൽ അവിടെ മീനുണ്ട്, വലയുണ്ട്, വള്ളമുണ്ട്,
ഇവയിലെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നാ കർത്താവ് ചോദിക്കുന്നത്. हाँ, तो वहाँ पर यूहन्ना का 21 का हम लोग 15 से 17 पढ़ते समय में तुम उससे प्रेम करता है क्या पूछते समय में, उसका 15 में देखो, क्या तुम इनसे बोलते समय में वहां पर उसका करेक्ट ट्रांसलेशन में देखा जाए तो क्या तुम इन सब बातों से तुम उससे ज्यादा प्रेम करते हो क्या? कौन सा बातें है वहां पर? मछली का जाला था, जहाज था, मच्छी पकड़ने का सारा उपकरण बातें था, ये सब बातों से तुम उससे ज्यादा प्रेम करता है कि नहीं करके ये बात जानने के लिए प्रभु उसको पूछा. അവിടെ വലിയ 153 മത്സ്യം കിടക്കുക. वहां पर पहले से 153 बड़ा बड़ा मच्छियां जो पकड़ के लाया तो बड़ा बड़ा मच्छियां वहां पर है. കാരണം അന്നത്തെ പിടുത്തത്തിൽ 153 എണ്ണ എഴുതിയിരിക്കുക വലിയ മത്സ്യം കിട്ടിയതാണ്. यानी कि उस दिन वो लोग मच्छी पकड़ते समय में 153 मच्छियां बड़े बड़े मच्छियां है करके उसका गिनती हम पढ़ते हैं. ആ കർത്താവ് പറഞ്ഞിട്ട് കർത്താവിന്റെ കൽപ്പനപ്രകാരം വലയിറക്കി പിടിച്ച മത്സ്യമാണ്. हाँ, यानी ये कौन सा मच्छियां है? प्रभु ने बोला कि उस बाजू डाल, वो बाजू डाला, उसने सुना, वो मच्छी मिला. അപ്പോൾ അവിടെ വലിയ വലിയ മത്സ്യം കിടപ്പുണ്ട്. बड़ा बड़ा मच्छियां वहां पर पड़ा है. നല്ല എമൗണ്ട് കിട്ടും. मतलब वो मच्छियों को बेच देगा तो उसको बड़ा दाम मिलेगा. നല്ല ഒരു കടമാരം ഒക്കെ മാറും. उसका जो भी कर्ज रहेगा वो सब पूरा हो जाएगा. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, लेकिन प्रभु पूछता है, നീ മത്സ്യത്തെക്കാൾ, तू इस मच्छियों से भी ज्यादा, ഈ വലയേക്കാൾ, ये जाल से ज्यादा, ഈ വള്ളത്തേക്കാൾ, ये पानी से ज्यादा, ഇവിടെ നിൽക്കുന്ന എല്ലാവരേക്കാൾ, या फिर बाकी लोगों इधर जो खड़े उन लोग से भी ज्यादा നീ എന്നെ സ്നേഹിക്കുന്നു. तू मुझसे प्रेम करता है क्या? അതാ ചോദ്യം. वो था उसका प्रभु का सवाल. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായി ചിന്തിച്ചാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, ജോലി ഇപ്പം മറ്റു രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാത്തേക്കാളും അധികമായി കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. तो इसके लिए मेरे विषय में प्रभु अगर मुझे पूछेगा तो क्या पूछेगा? कि तू अपना पति, अपना बच्चे, मेरे एक काम तो मैं पहला करता था लेकिन अभी नहीं होने पर भी, लेकिन ये सबसे ज्यादा तू मुझसे प्रेम करता है कि नहीं, ये मेरा विषय में प्रभु मुझे पूछेगा. എന്തായിരിക്കും നമ്മുടെ ഉത്തരം? लेकिन हमारा जवाब क्या रहेगा? അതാ നമ്മൾ കർത്താവിന് പറയണ്ടേ. वो जवाब हमें प्रभु को देना है. കാരണം കർത്താവ് നമ്മളെ സ്നേഹിച്ചു. क्योंकि प्रभु ने हमसे प्रेम किया. ആ സ്നേഹമാണ് ക്രൂശിലെ സ്നേഹം. वो प्रेम है क्रूस का प्रेम. അത് നിങ്ങൾ ഇന്ന് രാവിലെ ചിന്തിച്ച് കാണും. वो मैं विश्वास करता हूं आप सवेरे उठते ही आपने सोच उसका मनन किया ആ होगा. സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് എങ്ങനെയുള്ള സ്നേഹമാണ് കർത്താവിന് കൊടുക്കാൻ കഴിയും? तो उस प्रेम के सामने हम क्या कौन सा प्रेम देकर लौटा सकते हैं हम? പ്രൈസ് ദി ലോർഡ്. आमेन. പ്രിയമുള്ളവരെ, ആ സ്നേഹം നമ്മളെ എന്താക്കി മാറ്റി? वो प्रेम हमें क्या बना दिया? ഞാൻ ആ ഒരു വാക്കോടെ പറഞ്ഞ് വേഗം നിർത്താൻ പോകും. वो वाक्य भी पढ़कर मैं खत्म करता हूँ. പത്രോസിനോട് ചോദിച്ചതുപോലെ നിങ്ങളോട് ചോദ്യം കിടക്കുന്നു, അത് നിങ്ങൾ ദൈവത്തോട്, നിങ്ങൾ വ്യക്തിപരമായ ദൈവത്തിന് ഉത്തരം കൊടുത്താൽ മതി. देखो, जिस तरह प्रभु ने पत्रोस को सवाल किया वही सवाल आप लोगों को भी है, इसलिए वो सवाल आपको व्यक्तिगत रूप में प्रभु के साथ आपको जवाब देना है. നിങ്ങൾ എത്രമാത്രം കർത്താവിനെ എങ്ങനെയുള്ള നിലയിൽ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ കർത്താവിനോട് പറയുക. आप लोग कितना रीति, कितना अवस्था में, कौन सा अवस्था में प्रभु से कितना प्रेम करता है, उसका जवाब आपको खुद प्रभु को देना है. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ഈ സ്നേഹം നമ്മളെ എന്താക്കി? लेकिन ये प्रभु का ये प्रेम हमें क्या बना दिया? നമ്മളെ തന്റെ മക്കളാക്കി, തന്നോട് അനുരൂപരാക്കി നമ്മളെ മാറ്റാൻ പോയി. आमीन. उन्होंने हमें अपना बच्चे बनाया और हमें पुत्र के रूप में हमें अनुरूप कर रहा है. ആ ഒരു വാക്യോടെ വായിച്ചാൽ ഇപ്പൊ ഇവിടെ നിർത്തുക. वो वाक्य भी पढ़कर मैं इधर खत्म करता हूँ. 1 യോഹന്നാൻ 3:1-2 വാക്യം. पहला യോഹന്നാൻ 3 का 1 और 2 में. फर्स्ट जॉन चैप्टर 3 वर्स 1 and 2. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. എത്ര വലിയ സ്നേഹം. അത് നമ്മൾ ഒന്ന് ഗ്രഹിക്കാൻ ആഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. पढ़ेंगे. देखो, पिता ने हमसे कैसा प्रेम किया है कि हम परमेश्वर की संतान कहलाए. देखो किस तरह का प्रेम किया है कि वो बात को आप लोग अंडरलाइन करना. हाँ, आगे. और हम है भी, इस कारण संसार हमें नहीं जानता, क्योंकि उसने भी नहीं जाना. हे प्रियो, अब हम परमेश्वर की संतान हैं और अभी तक ये प्रकट नहीं हुआ कि हम क्या कुछ होंगे. इतना जानते हैं कि जब वो प्रकट होगा तो हम उसके साथ समान होंगे, क्योंकि उसको वैसा ही देखेंगे जैसा वह है. പ്രിയമുള്ളവരെ, അവനോട് സദൃശന്മാരാക്കുന്ന സ്നേഹം. हाँ, हम उनके समान बन जाएंगे. इस तरह का एक प्रेम है प्रभु का प्रेम. അതൊന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ये बात आप समझ सकते हैं क्या? നമ്മൾ ഇന്ന് ദൈവമക്കളാകുന്നു. आज हम लोग परमेश्वर के संतान हैं. എന്നാൽ ആ സ്നേഹം നമ്മളെ എന്താക്കാൻ പോകുന്നു? അവനോട് സദൃശന്മാരാക്കാൻ പോകുന്നു. लेकिन वो प्रेम अभी क्या करने वाला है? हमें पुत्र के समान बनाने वाला है. उनके पुत्र जब प्रकट होगा हम उनके समान बन जाएंगे. इस अवस्था का प्रेम है. Praise the Lord. आमीन. ഈ സ്നേഹത്തെ
നമുക്ക് ഈ സ്നേഹത്തിനായി നമുക്ക് എത്രമാത്രം ദൈവത്തെ ശ്രദ്ധിക്കണം. ദൈവം इस प्रेम के विषय में हमें कितना अधिक प्रभु को धन्यवाद देना चाहिए. നമ്മൾ ആ സ്നേഹത്തെ നന്നായിട്ട് അറിയണം. इस प्रेम को आप अच्छी तरह से जानना चाहिए. ആ സ്നേഹത്തിൽ നമ്മൾ തന്നെ നമ്മൾ സൂക്ഷിക്കണം. इस प्रेम में हमें अपने आप को संभालना चाहिए. നമ്മുടെ ഈ ലോക ജീവിതം നമുക്ക് ആ സ്നേഹത്തിൽ കഴിക്കാം. ये दुनिया का ये जीवन में आप जीते समय में उस प्रेम में बना रहने के लिए आप समर्पण करें. ഇത് നമ്മുടെ ആരുടെയും പരിശ്രമമോ കഴിവോ ഒന്നും അല്ല. इसमें हमारा कोई मेहनत या काबिलता की वजह से नहीं है. ഇതിന് വേണ്ടിയതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. ये सब बातों के लिए प्रभु ने हमारे लिए कर दिया है. കാരണം ദൈവം നമുക്ക് തന്റെ ആത്മാവിനെ നൽകി. क्योंकि प्रभु ने उन्होंने अपना आत्मा हमको दिया. റോമർ 5:5 പറയുന്നു, തനിക്ക് നമുക്ക് പകരപ്പെട്ട ആത്മാവിലൂടെ തന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. हमें रोमियो का पुस्तक 5:5 में आप देखते हैं कि प्रभु ने आपको दिया हुआ आत्मा के द्वारा उन्होंने अपना प्रेम को हमारे अंदर उड़ेला है. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. इसलिए प्रभु का प्रेम आज हमारे अंदर है. ഇനി ആ സ്നേഹം നമ്മളിൽ നിന്നും ഒഴുകട്ടെ. अभी वो प्रेम को हमारे द्वारा बाहर बहने दो. ആ സ്നേഹം മറ്റുള്ളവർക്ക് നമുക്ക് നൽകുക. उस प्रेम को हम दूसरों में बांटे. ആ സ്നേഹത്തിൽ നമുക്ക് എപ്പോഴും ആയിരിക്കാം. उस प्रेम में सदा बने रहे. ആ സ്നേഹം എത്ര സവിശേഷതയുള്ളതായാലേ वो प्रेम का कितना खासियत है ना. അത് നമുക്ക് വേണ്ടി ചിന്തിക്കുന്ന കരുതുന്ന वो സ്നേഹമാണ്. हमारे बारे में सोचने वाला, हमें संभालने वाला एक प्रेम है. നമ്മളെ ശിക്ഷിക്കുന്ന സ്നേഹമാണ്. एक हमें सजा देने, ताड़ना देने वाला प्रेम है. ഓ, നമ്മളെ ശിക്ഷിക്കുന്ന സ്നേഹം. यानी जरा सोचो ना, ताड़ना देने वाला प्रेम है. നമ്മളെ നിർബന്ധിക്കുന്ന സ്നേഹമാണ്. हमें विवश करने वाला प्रेम है. Amen. ഞാൻ രാവിലെ എല്ലാം എഴുന്നേൽക്കും പോലും ആ സ്നേഹമായി എന്നെ നിർബന്ധിക്കാറുണ്ട്. क्योंकि आज सवेरे सवेरे अगर मैं उठता भी हूँ तो वो प्रेम के विवश की वजह से मैं उठता हूँ. രാവിലെ 3 മണിക്ക് കർത്താവിനെ വിളിക്കും. सवेरे 3 बजे प्रभु मुझे बुलाता है. ഞാൻ ഇന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും എനിക്കൊരു സംശയം. ഞാനൊന്ന് ലൈറ്റ് അടിച്ച് നോക്കി, കറക്റ്റ് 3 മണി. मैं हमेशा सवेरे उठते समय में मुझे शक होता है, क्योंकि मैं अलार्म रखता नहीं हूँ तो शक होता है, तो भी समय देखता हूँ तो करेक्ट 3 बजा रहता है. ഓ, ആ സ്നേഹം എന്നെ നിർബന്ധിച്ചു ചാടി എഴുന്നേറ്റു. क्योंकि वो प्रेम है जो मुझे विवश करता है, इसलिए जल्दी कूद कर मैं उठ जाता हूँ. ഞാൻ കർത്താവിനെ സ്തുതിച്ചു. और मैं प्रभु को धन्यवाद देता हूँ. ഒരു നല്ല സ്മൈൽ കൊടുത്തു. एक अच्छा हंसी मेरे प्रभु को दिया. ഓ, ഞാനൊന്ന് स्माइल ചെയ്യുമ്പോൾ എന്റെ കർത്താവ് എന്റെ ഇഷ്ടം അറിയോ. जब मैं प्रभु को और देखकर मैं स्माइल करता हूँ तो प्रभु को कितना अच्छा लगता है. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കർത്താവിനെ സ്മൈലെങ്കിലും ചെയ്യണേ. आप सवेरे सवेरे उठते समय में कम से कम प्रभु को देखकर एक अच्छा हंसी स्माइल तो देना. Praise the Lord. Amen. നമ്മളെ ദൈവസ്നേഹം നിർബന്ധിക്കട്ടെ. प्रभु का प्रेम हमें विवश करने दो. प्रेम എത്ര മനോഹരമാണ് ഈ സ്നേഹം. कितना मनोहर बात है ना. എത്ര പവിത്രമാണ് ആ സ്നേഹം. कितना पवित्र है ना वो प्रेम. എത്ര ദിവ്യമാണ് ആ സ്നേഹം. कितना दिव्य है वो प्रेम. Praise the Lord. Amen. നമുക്ക് ഈ സ്നേഹത്തെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതി. हमें इस प्रेम के बारे में कितना भी वर्णन करने का वो कम है. നമുക്ക് ലഭിച്ച സ്നേഹത്തിനായി കർത്താവിനെ സ്തുതിക്കാം. मैं प्रभु को दिया हुआ प्रेम के विषय को देखकर हम प्रभु को धन्यवाद करेंगे. സ്നേഹത്തിൽ തന്നെ നമുക്ക് വസിക്കാം. उसी प्रेम में बना रहेंगे. ആ സ്നേഹത്തിൽ നമുക്ക് എല്ലാം ചെയ്യാം. उस प्रेम में सब बातें करेंगे. അങ്ങനെ വരുമ്പോൾ അതിലെല്ലാത്തിനും നമുക്ക് നിത്യത്തിൽ പ്രതിഫലം ഉണ്ടാവും. अगर ऐसा रहेगा तो अनंतता में बहुत बड़ा प्रतिफल और लाभ का कारण होगा. നമ്മൾ പ്രതിഫലത്തിന്റെ വലിയ മോഹത്തിലൊന്നും അല്ല ചെയ്യുന്നത്. हम लोग कोई बड़ा प्रतिफल मिलना चाहिए उस मोह में नहीं कर रहे हैं. നമുക്ക് ഏറ്റവും വലിയ കാര്യം നമ്മുടെ കർത്താവ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലം. क्योंकि हमारा सबसे बड़ा प्रतिफल जो मसीह है वो मिल चुका है. Praise the Lord. Amen. ഇനി നമുക്ക് ആ കർത്താവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. अभी अब जो भी कार्य करें वो सब बात में प्रभु को खुश करते हुए कार्य करें. എല്ലാത്തിലും കർത്താവിനെ മഹത്വപ്പെടുത്തും. सब बातों में प्रभु को महिमा देते हुए करें. കർത്താവിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. प्रभु का अद्भुत और बड़ा नाम को महिमा मिले. കർത്താവിന്റെ കൃപ നിങ്ങൾ എല്ലാവർക്കും. प्रभु का अनुग्रह आप सब में बना रहे. आमीन.